നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ദ്വയാർത്ഥ പ്രയോഗങ്ങളും ബോഡി ഷെയ്മിംഗും നടത്തി നടി ഹണി റോസിനെ അധിക്ഷേപിച്ച ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകി. ജാമ്യം നൽകുമ്പോഴും ബോബിയുടെ ചെയ്തികൾ ഹൈക്കോടതി ന്യായീകരിക്കുന്നില്ല. ഏത് മലയാളിക്കും ബോധ്യപ്പെട്ടതാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളെന്ന് കോടതി. ബോഡി ഷെയ്മിംഗ് നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. ജാമ്യാപേക്ഷയിൽ നടിയെ അധിക്ഷേപിച്ചതിനും വിമർശനം. ജാമ്യാപേക്ഷയിൽ നിന്ന് ഹണി റോസിനെതിരായ പരാമർശം നീക്കേണ്ടി വന്നു അഭിഭാഷകന്. ജാമ്യം കിട്ടിയെങ്കിലും ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് പുറത്തിറങ്ങാനാവില്ല. ജയിലിന് വെളിയിൽ സ്വീകരണം നൽകാൻ ബോബി ആരാധകർ. ജാമ്യവ്യവസ്ഥ അംഗീകരിച്ച് പുറത്തിറങ്ങാതെ ഐക്യദാർഢ്യം റിമാൻഡ് തടവുകാർക്ക് നൽകി ജയിലിൽ തുടരുന്നു ബോബി ചെമ്മണ്ണൂർ. ഇനിയും ബോച്ചയുടെ നാടകം കാണേണ്ടി വരുമോ അതോ പഠിക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകിയെങ്കിലും ഇന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ജയിലിൽ നിന്ന്. ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി കാക്കനാട് ജയിലിന് മുന്നിൽ ബോബി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരും മെൻസ് അസോസിയേഷൻ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർക്ക് നിരാശരാകേണ്ടി വന്നു. ഇന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് കാക്കനാട് ജയിലിന് മുന്നിൽ നിന്ന്. നവമി, എന്താണ് ഇതിന് കാരണം? മനുഷ്യ 3:30 കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകർ ഇത് ഹാജരാക്കി. പക്ഷേ എന്ത് സാങ്കേതിക പ്രശ്നമാണെന്ന് ഇപ്പോഴും അഭിഭാഷകർ വ്യക്തമായി പറയുന്നില്ല. അതിനിടയിൽ അഭിഭാഷകർ തന്നെ മാധ്യമങ്ങളോടായി പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചത് പ്രകാരം ഇന്ന് ബോണ്ട് അത്യാവശ്യപ്പെട്ട് ഒപ്പിടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ ഇന്ന് പുറത്തിറക്കേണ്ട ആവശ്യമില്ല. തന്നോടൊപ്പം റിമാൻഡിൽ തടവിൽ കഴിയുന്ന മറ്റ് തടവുകാർക്ക് കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ഇവിടെ നിൽക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളായി പലപ്പോഴും ഈ ബോണ്ടുകളൊന്നും കിട്ടാതെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടാതെ ജയിലിൽ തടവിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യമായി താൻ ഇവിടെ തന്നെ തുടരുന്നു എന്നുകൂടി ബോബി ചെമ്മണ്ണൂർ തന്റെ അഭിഭാഷകരോട് പറയുന്ന സാഹചര്യമുണ്ടായി. ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്നത് 6 മണിവരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ തടവിൽ കഴിയുന്ന അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചാൽ പ്രതിക്ക് പുറത്തിറങ്ങാൻ 6 മണിവരെയാണ് ജയിലിൽ നിന്നുള്ള സമയം. പക്ഷേ ഈ കൊച്ചിയിലെ ഗതാഗത കുരുക്കൊക്കെ കാരണം 7 മണി 7:30 വരെ സമയം അനുവദിക്കും. പക്ഷേ 6 മണിവരെ അല്ലെങ്കിൽ 7 മണിവരെ ആയിട്ട് പോലും ഈ സൂപ്രണ്ടിനെ ഈ അഭിഭാഷകരാരും തന്നെ ഈ ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരാരും തന്നെ വിളിച്ചറിയിക്കുകയോ എത്തുമെന്നോ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്തായാലും സൂപ്രണ്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് പുറത്തിറങ്ങുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യമായിരിക്കും. ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്തും ഒരു നാടകം കളിക്കുകയാണോ? അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ടോ നവമി? തീർച്ചയായും മഞ്ജുഷ, അങ്ങനെ തന്നെ കണക്കാക്കാം. ജയിലിനുള്ളിൽ പോലും വലിയൊരു നാടകീയതയാണ് അയാൾ സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അല്ലാതെ കോടതി പോലും ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ കോടതിയുടെ ഒരു ലംഘനമായി അതിനെ നമുക്ക് കണക്കാക്കിക്കൂടെ? കോടതിയുടെ പോലും ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ജാമ്യം തേടി കോടതിയിൽ പോയ വ്യക്തി തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വളരെ ഒരു നാടകീയത തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ ആളുകളുടെ ഒക്കെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമ്മൾ അവിടെ ചെന്ന് ഈ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരുടെയൊക്കെ പ്രതികരണം തേടുമ്പോൾ അവരൊക്കെ പറയുന്നത് ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന വ്യക്തിയാണ്, ഞങ്ങൾക്കൊക്കെ ദൈവത്തെ പോലെയാണെന്നുള്ള പരാമർശങ്ങളാണ്. അപ്പോൾ ഈ ജയിലിൽ തടവിൽ കഴിയുന്നവർക്ക് ഒരു രക്ഷകനായി ബോബി ചെമ്മണ്ണൂർ എത്തുന്നോ? ആ രീതിയിലൊക്കെ പുറത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ആരാധകർക്കിടയിലൊക്കെ അങ്ങനെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണോ ബോബി ചെമ്മണ്ണൂർ പെട്ടെന്ന് ഇത്തരത്തിലൊരു നാടകം കളിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം തേടി ഹൈക്കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ തന്നെ ജയിലിൽ തന്നെ ഈ കൂടുതൽ നാളെ അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നവരെ കഴിയാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തായാലും തികച്ചും നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിനുള്ളിൽ കാണിക്കുന്നത്. പക്ഷേ സൂപ്രണ്ട് അടക്കം പറയുന്നത് അത്തരത്തിൽ ഈ ഉത്തരവുമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടകം കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്തായാലും ഉത്തരവ് കൊണ്ടുവരാത്തത് കൊണ്ട് മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പുറത്തിറക്കാത്തതെന്ന്. പക്ഷേ അഭിഭാഷകർ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ കോടതി ജയിലിലേക്ക് തങ്ങൾ
എത്താത്തതെന്നാണ് അഭിഭാഷകരും വ്യക്തമാക്കുന്നത്. ശരി നവമി, കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുന്നതാണോ അതോ ഈ കോർട്ട് ഓർഡർ അത് ജയിലിൽ എത്തിക്കാൻ വൈകിയതാണോ? കാരണം എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വൈകിട്ട് ജാമ്യം കിട്ടിയ സമയത്ത് തന്നെ ജയിലിന് മുന്നിൽ ബോബി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അവരുടെ ചില പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കറുണ്ട്, ഒപ്പം രാഹുൽ ഈശ്വർ, ഡോക്ടർ നിഷ നുജുമുദ്ദീൻ, വിനു കിരിയത്ത്, MK ഹരിദാസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ചില ബോബി ആരാധകരുടെ പ്രതികരണത്തിലേക്ക്. അത് കാക്കനാട് ജയിലിന് മുന്നിൽ നിന്ന് ഉള്ളതാണ്. സ്ത്രീകളെ ആണല്ലോ പറഞ്ഞത്, സ്ത്രീത്വം എടുത്തു പറഞ്ഞു എന്നുള്ളതാണല്ലോ വിഷയം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബോച്ചെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മറ്റേ നടിയുടെ ബാക്കി കാര്യങ്ങളിലാണ് നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന ഈ കൊടുത്ത പരാതിയിൽ ഇല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടം വരെ എന്ത് ചെയ്തത് എത്തിയിട്ടുള്ളത്. ഇതിപ്പോ എന്താ പറയാ, ദ്വയാർത്ഥത്തിന്റെ പേരിലാണല്ലോ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കുറെ ആളുകൾ പറയുന്നു. ആ തെറ്റിനുള്ള ഒരു ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു, 4 ദിവസമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ആ തെറ്റിന് ഒരു മാപ്പ് കൊടുത്ത് അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ് നോക്കേണ്ടത്. കാരണം പുള്ളി കളി ചിരി എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഒരു എൻജോയ്മെന്റ് രീതിയിലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ മാപ്പിനുള്ള ഒരു ഇത് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മുൻപ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിനെ ചൊറിഞ്ഞുകൊണ്ട് ഇതാക്കരുത്, ക്രൂശിക്കരുത്. ഒരു ചെറിയൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, വലിയൊരു തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ബോബി സാറ് വിളിച്ചു. ബോബി സാറിന്റെ ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം, അദ്ദേഹം ഒരു സിനിമാ നടിയെ ഉപദേശിച്ചുകൊണ്ട് കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ കുന്തി ദേവി തന്നെയാണ്. അദ്ദേഹത്തിനെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടോ ഗ്ലാമർ കണ്ടിട്ടോ അല്ല, അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മ കണ്ടിട്ടാണ്. അപ്പൊ പിന്നെ ഒരു തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യനായിട്ട് ഇതിന് ചെയ്തൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ചെയ്ത തെറ്റ് തിരിച്ചറിയുക, അതിന് എന്താണ് ആ തിരിച്ചറിവിൽ അദ്ദേഹം അതിന് മാപ്പ് ചോദിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. ആ ഒരു മാപ്പിൽ ഒതുക്കാവുന്ന ഒരു പ്രശ്നം ഇത്രയും വലിയൊരു സങ്കീർണമായ വിഷയത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിന്റെ പിറകിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എത്തിയിട്ടുള്ളത്. കോടതി തെറ്റുകാരനെന്ന് കണ്ടെത്തിക്കോട്ടെ, അത് താൽക്കാലികമാണ് മാം. അതിനൊന്നും സ്ഥിരതയില്ല മാം, സ്ഥിരതയില്ല മാം. ഉറപ്പായിട്ടും പറയണ്, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം. ഉറപ്പാണ് കാര്യത്തില്. ദൈവത്തോട് പ്രാർത്ഥിക്കല്ല, അതൊന്നും ഇല്ല. പക്ഷെ നിരപരാധികളെ കൊണ്ടുപോകുന്നു. ഈ മനുഷ്യൻ ഇത്ര ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ട് അയാളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നു. അത് ക്ഷമിക്കാൻ പറ്റുന്നതാണോ? ഇതാണ് ജയിലിന് പുറത്തു നിന്നുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ ആരാധകർ അവിടെ നിന്ന് പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് പുറത്തിറങ്ങുവാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ജാമ്യ ബോണ്ടിൽ ഒപ്പിടുന്നതിന് വേണ്ടി 50,000 രൂപയുടെ ബോണ്ടാണ് ഒപ്പിടേണ്ടത്. അതോടൊപ്പം തന്നെ 2 ആൾ ജാമ്യവും ഇതാണ് ആവശ്യമായിട്ടുള്ളത് ജാമ്യ വ്യവസ്ഥയനുസരിച്ച്. പക്ഷേ അത് പാലിക്കുവാനായിട്ട് ബോബി ചെമ്മണ്ണൂർ തയ്യാറായിട്ടില്ല എന്നും ജയിലിനുള്ളിൽ നിന്നുള്ള വാർത്തയുണ്ട്. കാക്കനാട് ജയിലിലുള്ള റിമാൻഡ് തടവുകാർക്ക് ഐക്യദാർഢ്യം എന്നാണ് ബോബി ചെമ്മണ്ണൂർ അവിടെ അറിയിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെ ജയിലിൽ സൗകര്യം കുറവാണ്, അതിനാൽ തന്നെ അവർക്ക് ഐക്യദാർഢ്യം എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുവാൻ അദ്ദേഹത്തിന് താല്പര്യവും ഇല്ല എന്നാണ്. ശ്രീ വിനു കിരിയത്ത് എങ്ങനെ കാണുന്നു ഇതിനെ? എന്തായാലും ഈ ഹൈക്കോടതിയുടെ 14 പേജുള്ള ജാമ്യ ഉത്തരവിൽ ജാമ്യം നൽകുന്നു, പക്ഷേ പ്രൈമ ഫേസി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ഏത് മലയാളിക്കും ബോധ്യമാകുന്നതാണെന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജാമ്യമാണ് കൊടുത്തിരിക്കുന്ന കേസ്, ഇനിയും മുന്നോട്ട് പോകും. ഒരു ദിവസം ജയിലിൽ കിടന്നാലും 6 മണിക്കൂർ കിടന്നാലും 6 ദിവസം കിടന്നാലും പിന്നീട് അദ്ദേഹം ജയിൽ പുള്ളിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല ജയിലിൽ പോയതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബോബി ചെമ്മണ്ണൂർ വളരെ ചാരിറ്റി ചെയ്യുന്ന ആളാണ്, വളരെ പ്രശസ്തനാണ്, അദ്ദേഹം ലൈഫിനെ എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ആരാധകൻ പറഞ്ഞത് 6 ദിവസം ശിക്ഷിച്ചു, ശരിയാണ്. 6 ദിവസത്തെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ശിക്ഷ തന്നെ. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ പോലെ ഈ എൻജോയ്മെന്റ് നൽകുന്നയാളാണ്, എന്റർടൈൻ ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് ജയിലിന് മുന്നിൽ കൂടി പറയുന്നത്. താങ്കൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ ഈ ജയിലിന് മുന്നിലെ ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിന് വലിയ പിന്തുണ കിട്ടുകയാണ് അല്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നോക്കൂ, നമുക്ക് സന്തോഷിക്കാനായിട്ട് ഒരുപാട് വകുപ്പുകളുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഒരു വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നെങ്കിൽ അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബോബി ചാരിറ്റി ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞു. ചാരിറ്റിയും ഇതുമായി ബന്ധമില്ല നിയമത്തിൻ്റെ മുമ്പിൽ. കോടതിയെ സംബന്ധിച്ചോളം വ്യക്തമായി പറഞ്ഞു, ബോഡി ഷെയ്മിങ് പാടില്ല. സ്ത്രീകളെ എന്നല്ല, പുരുഷനെ അല്ല, മെലിഞ്ഞവരായാലും തടിച്ചവരായാലും എന്നാണ് കോടതി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ബോബി തെറ്റ് സമ്മതിച്ചു എന്നും പറയുന്നുണ്ട്, ഇനി ആവർത്തിക്കില്ല എന്നും പറയുന്നു. തീർച്ചയായിട്ടും 6 ദിവസം ജയിലിൽ കിടന്ന് ഇനി കേസ് മുന്നോട്ട് പോയി ഇനിയുള്ള വിധി എന്താണെന്ന് നമുക്കറിയില്ല.
കോടതി വിധി അനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഉപാധികൾ വയ്ക്കുമ്പോൾ ഇനിയെങ്കിലും കോടതിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഒരു അതൊക്കെ വെറുതെ നാടകമല്ലേ ഇത്? എന്നാൽ പിന്നെ എന്തിനാണ് ജാമ്യ അപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് പോയത്? ജാമ്യം കിട്ടിയതിനു ശേഷം പുറത്തിറങ്ങില്ല, ഞാൻ ബോണ്ടിൽ ഒപ്പിടില്ല എന്നൊക്കെ പറയുന്നത് ഒരു നാടകമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞു വന്ന കാര്യത്തിൽ ഇതിപ്പോൾ താനൊരു എന്റർടൈൻ ചെയ്യുന്നയാളാണ്, അതുകൊണ്ട് അത് ക്ഷമിച്ചു കളയണം എന്നൊക്കെയാണ് ഈ ബോബി ഫാൻസിന്റെ ആളുകൾ പറയുന്നത്. അതിൽ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് ജാമ്യ ഉത്തരവിന്റെ 8ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് കോടതി തന്നെ പറയുന്നുണ്ട് എന്താണ് ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് താനൊരു സെലിബ്രിറ്റിയാണ്, തനിക്ക് ഒട്ടേറെ വ്യവസായ ശൃംഖലകളുണ്ട്, സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസായിയാണ് എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ അടുത്ത വാചകമായിട്ട് പറയുന്നത് ഈ പരാതി നൽകിയിരിക്കുന്ന വ്യക്തി, അതായത് നടി ഹണി റോസ്, അവരെക്കുറിച്ച് സമൂഹത്തിന് അത്തരമൊരു അഭിപ്രായമില്ല എന്നാണ്. അപ്പോൾ കോടതി തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് അത് പറയാൻ നിങ്ങൾ ആരാണ് എന്ന്. അതായത് നിങ്ങൾ എന്തിനാണ് ഈ മറ്റുള്ളവർ പറയുന്നതിന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ആ നടിയെ അധിക്ഷേപിക്കുന്നതെന്ന് കോടതി ചോദിക്കുകയും ആ ജാമ്യാപേക്ഷയിൽ ആ വാചകം എടുത്ത് മാറ്റുവാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല ഈ ജാമ്യ ഉത്തരവിൽ പോലും അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയ എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് കോടതി അതിലൂടെ നൽകിയിരിക്കുന്നത്. ആ നടിയെ അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന്. ഈ 6 ദിവസത്തെ ജയിൽ ശിക്ഷ തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ആർക്കും ആരെയും വ്യക്തിഹത്യ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, അത് ശരിയുമല്ല. പിന്നെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമ്പോൾ ഈ മാലയിട്ട് സ്വീകരിക്കുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നൊരു ട്രെൻഡാണ്. കൊലപാതകം ചെയ്തവനായാലും മോഷണ കേസിലെ പ്രതിയായാലും ഉപാധികൾ വയ്ക്കുമ്പോൾ കോടതി അതും കൂടെ ഇനി വെക്കേണ്ടി വരും. എന്തൊരു വിരോധം! കോടതിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? ഒരു പ്രതിയായിട്ട് വന്ന ആൾക്ക് ജാമ്യം കൊടുക്കുന്നു, കേസ് തീർന്നിട്ടില്ല, കേസ് തീർന്ന അയാൾ നിരപരാധിയാണെന്ന് പറയുമ്പോൾ മാലയിട്ട് സ്വീകരിച്ചോട്ടെ. ജാമ്യ വ്യവസ്ഥയിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കേസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ദിവസത്തിൽ ഈ മാലയിട്ട് സ്വീകരിക്കുന്നത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? ഇനി എല്ലാ കേസിലും കോടതി ഇനി അതും കൂടെ ഉപാധികളിൽ വെക്കേണ്ടി വരും. അത്തരക്കാർക്കെതിരെയും കൂടെ നടപടി എടുക്കേണ്ടി വരും. നോക്കൂ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ, പ്രശസ്തനാണ്, ഒരുപാട് നല്ല ഇത് ചെയ്യുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പ്രവൃത്തിയോട് നല്ല ശതമാനം പേര് യോജിക്കുന്നില്ല. ഇന്നീ കണ്ട ക്രൗഡിൽ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇത് ബോബിക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ബാക്കി ജയിലിലെ കാര്യം ബോബിയുടെ ശരിയാണ്, ബോബിക്ക് പ്രതിഷേധിക്കാൻ അധികാരമുണ്ട്. ജയിലിൽ ഒരു പക്ഷേ ബാക്കി തടവുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അത് ബോബിയുടെ ഒരു മനസ്സാണ്, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതും ഈ പറഞ്ഞ പോലെ പോലീസും കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതൊരു നല്ല സന്ദേശം തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വിരൽത്തുമ്പിലായതുകൊണ്ട് നമുക്ക് എന്തും ആരെയും പറയാമെന്നുള്ളത് ഒന്ന് വളരെ അത്യാവശ്യമായിരുന്നു ഇത് എന്നുള്ളത്. ബോബിക്കല്ല, പൊതുവെ ഇതിന് ഒരു നിയമവും കൂടെ വരേണ്ടതാണ്. ആർക്കും ആരെയും പറയാം, മുഖ്യമന്ത്രിയെ പറയാം, പ്രധാനമന്ത്രിയെ പറയാം, നടികളെ പറയാം, നടന്മാരെ പറയാം. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനൊക്കെ കേട്ടിട്ടുള്ള നമുക്കറിയില്ല. ഇവർക്കൊന്നും ഈ വ്യക്തികളെ പരിചയമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് അച്ഛനമ്മയും ചീത്ത വിളിക്കുന്നവരെ നമുക്ക് പരിചയമില്ല. അപ്പൊ അതൊരു മാനസിക രോഗം തന്നെയല്ലേ? എന്തിനാണ് ഒരു കാര്യമുണ്ട് ശ്രീ എം കെ ഹരിദാസ്, എന്തായാലും ഹൈക്കോടതി ജാമ്യം നൽകുമ്പോഴും ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനെ കൊണ്ട് കോടതിയിൽ സമ്മതിപ്പിച്ചിട്ടുമുണ്ട്. അതിനുശേഷമാണ് ജാമ്യം നൽകിയത്. സോഷ്യൽ മീഡിയയിൽ ഇനി ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പ്രയോഗിക്കുകയില്ല എന്ന്. അതായത് ഇത്രയും നാളും എന്താണോ ബോബി ചെമ്മണ്ണൂർ നടത്തിക്കൊണ്ടിരുന്നത് അത് ഇനി അനുവദിക്കില്ല എന്ന്. അപ്പോൾ ഹൈക്കോടതി ഇത് കൃത്യമായ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാമ്യ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ജാമ്യം നൽകി എന്നതേ ഉള്ളൂ, അത് നൽകാവുന്നതാണ്. ജാമ്യം നൽകി, പക്ഷേ കർശനമായ വ്യവസ്ഥകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഉപാധികളില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, സാധാരണ വ്യവസ്ഥകൾ എന്നും പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട്. കോടതി ഈ വിഷയത്തിനെ എത്രത്തോളം വളരെ ഗൗരവകരമായി കാണുന്നു എന്നുള്ളത് 14 പേജിലൊരു ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിന് 14 പേജ്. ഞാൻ ഒരുപാട് അഭിഭാഷകരോടൊക്കെ മഞ്ജുഷ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എല്ലാവരും പറയണത് ഇത് വളരെയധികം അത്രയധികം ഗൗരവത്തോട് കൂടിയിട്ട്. കാരണം 14 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറിച്ചു നോക്കുകയോ ഒരു സ്ത്രീയെ നോക്കുകയോ സാധാരണഗതിയിൽ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമായി കേസെടുക്കാവുന്ന നിയമമുള്ളൊരു രാജ്യത്ത്, അതേ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് അമ്മയുടെ പ്രായമെന്നോ സഹോദരിയുടെ പ്രായമെന്നോ പിതാവിൻ്റെ പ്രായമെന്നോ നോക്കാതെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം മറ്റുള്ളവരെ
അവഹേളിക്കുന്ന ഈ വ്യക്തിക്ക് നമ്മുടെ ഈ കോടതി കൊടുത്തിട്ടുള്ളത് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ. ഇനി ഒരു കാര്യം ഞാൻ മഞ്ജുഷിനോട് പറയാം, ഈ കേസിൽ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി 5 കൊല്ലം കഴിഞ്ഞാലും 6 കൊല്ലം കഴിഞ്ഞാലും ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ 6 ദിവസത്തെ ഈ തടവ് ശിക്ഷ എന്ന് പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രശസ്തിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായ തരങ്ങളും ആഭാസ തരങ്ങൾക്കും നമ്മുടെ നീതി നിയമ സംവിധാനത്തിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മറുപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ ജയിലിൽ നിന്നും റിമാൻഡ് തടവുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടേ പുറത്തിറങ്ങൂ എന്നുള്ളത് വാശിയുണ്ടല്ലോ. അതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കിട്ടുന്ന ഒരു മാലയിട്ട് സ്വീകരണത്തേക്കാൾ പബ്ലിസിറ്റി അതിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. പബ്ലിസിറ്റി എങ്ങനെ കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ എല്ലാവരെയും കടത്തിവെട്ടുന്ന വിധത്തിലുള്ള കൂർമ്മ ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് ഇപ്പം ഈ കാണിക്കുന്ന നാടകം, പിന്നെ എനിക്ക് ഈ പുറത്ത് കൂടിയിട്ട് ഇപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ളവരെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. PV അൻവർ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ എന്താ അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ജാഥയിൽ നിങ്ങൾ തന്നെ ഒരു സ്ത്രീയോട് ചോദിച്ചു, എന്താ എവിടുന്നാണ് വന്നിരിക്കുന്നത്? ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ്, ഞാൻ സിനിമ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ നാടാണ് കേരളം എന്നിരിക്കെ, ഇന്നിപ്പോൾ ജയിലിൻ്റെ പുറത്ത് ഈ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കുന്നവരൊക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകരാണെന്ന് ബോബി ചെമ്മണ്ണൂർ ധരിച്ച അവശനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ഇദ്ദേഹം അങ്ങേയറ്റം ആഭാസനാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സമൂഹ മാധ്യമത്തിൽ കണ്ടിട്ട് അച്ഛൻ്റെ പ്രായമുള്ളവരാവട്ടെ, അമ്മയുടെ പ്രായമുള്ളവരാവട്ടെ, സഹോദരിയുടെ പ്രായമുള്ളവരാവട്ടെ, തൻ്റെ കയ്യിൽ കിട്ടുന്നത് വഴുതനങ്ങയായാലും അത് പഴംപൊരിയായാലും തേങ്ങയായാലും കോഴിമുട്ടയായാലും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അന്നേക്ക് തനിക്ക് കിട്ടേണ്ട പബ്ലിസിറ്റി നിലനിർത്തുന്ന ഈ മനുഷ്യന് ഇത്തരത്തിലൊരു ശിക്ഷ 6 ദിവസത്തെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്. MK ഹരിദാസ്, ഇപ്പോൾ ഡോക്ടർ നിഷ നുജുമുദ്ദീൻ അവർ പബ്ലിക് പോളിസി എക്സ്പെർട്ടാണ്, അനലിസ്റ്റാണ്. ഡോക്ടർ നിഷ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് കുറച്ച് ദിവസങ്ങളെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് രാത്രി കൂടി ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ വലിയ സ്വീകരണം ഒരുങ്ങുകയാണ്. ഇപ്പോൾ ജയിലിന് പുറത്തെ ദൃശ്യങ്ങൾ അതാണ് സൂചിപ്പിച്ചത്. അനുകൂലിക്കുന്നുണ്ടോ താങ്കൾ ഇത്തരത്തിൽ ബോബിക്ക് നൽകുന്ന സ്വീകരണത്തെ? ഇത് വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടി, ശരി. ഒന്നുകൂടി വിളിക്കാം ഡോക്ടർ നിഷ. ശ്രീ പഠിക്ക പ്രതീക്ഷിച്ചതാണ്. ശരി നിഷ ശരിയാണെന്ന് പറയുന്നില്ല, പറഞ്ഞോളൂ, കേൾക്കാം. കേൾക്കാമോ? സോ ഞാൻ ഒരിക്കലും പറയുന്നില്ല ബോബി ചെമ്മണ്ണൂർ ചെയ്തത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ദ്വയാർത്ഥ പ്രയോഗം യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ആർട്ടിക്കിൾ 19 ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം എന്നാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. പക്ഷെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസം കാണിക്കാൻ എന്നുള്ളതല്ല. നമ്മൾക്ക് ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു തമിഴിൽ വളരെ ഫേമസ് ആയ ഒരു കോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തിരുവള്ളൂർ എന്ന് പറഞ്ഞൊരു റൈറ്റർ എഴുതിയതാണ്, എടം പൊരുൾ ഏവൽ. അതായത് സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഹണി റോസ് എന്നൊരു നടി വന്നിട്ട് ഒബ്വിയസ്ലി അവർക്ക് നടന്ന ഒരു ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഇൻസൾട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് ആ ഒരു കാര്യത്തിൽ. കാര്യം അവർ ഒരുപാട് അത് സഫർ ചെയ്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇടം പൊരുൾ ഏവൽ എന്നൊരു കാര്യം ഫോളോ ചെയ്യേണ്ടത് വളരെ 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 അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ കുംഭമേള നടക്കുമല്ലേ, കുംഭമേളയിൽ സ്വാമിമാര് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്ക് കോളേജിലോ സ്കൂളിലോ പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഞാനൊരു അധ്യാപികയാണ്, ഇപ്പൊ ഞാൻ ബിക്കിനിയും ഷോർട്സ് വിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേറെയാണ് മര്യാദ. സോ നമ്മൾക്ക് ബേസിക് ആയ ഒരു മര്യാദ എന്ന് പറഞ്ഞ് കീപ്പപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഹണി റോസിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് എന്താ തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ക്രിറ്റിസിസം കേൾക്കുന്നത്. അവരെ ഹേർട്ടായി, ഒക്കെ ശരി തന്നെ. പക്ഷേ അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരൊരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ സെലിബ്രിറ്റിയും ട്രോൾ ചെയ്യുന്നുണ്ട്. ഹോളിവുഡ് ആകട്ടെ, ടോളിവുഡ് ആകട്ടെ, മറ്റ് ഭാഷയിലുള്ള സിനിമാസ് ആകട്ടെ, എല്ലാ തരത്തിലുള്ള വസ്ത്രം എല്ലാവരും ധരിക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ച് ഒരു ഇടവും സ്ഥലവും ഒക്കെ തന്നെയുണ്ട്. അവർ കൊടുക്കുന്ന ഒരു സോഷ്യൽ മെസ്സേജ്, നമ്മുടെ അപ്കമിങ് ജനറേഷൻസ് ആകട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കാകട്ടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് വന്നിട്ട് കുറച്ച് മോശമായ രീതിയിൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രോബ്ലമായി തോന്നുന്നത്. ഇവിടെ ഞാൻ ഹണി റോസ് തെറ്റുകാരിയെന്നല്ല പറയുന്നത്. അവർക്കുണ്ടായ ഒരു വിഷമം, അവർക്കുണ്ടായ ഇൻസൾട്ട് വളരെ വളരെ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് അതിൽ. എന്ന് വെച്ചിട്ട് അവർ ചെയ്യുന്ന എല്ലാം തന്നെ ശരിയാന്ന് പറയാൻ നിൽക്കത്തില്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്ത് വളരെ തെറ്റാണ്. അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. അതേമാതിരി കൊണ്ടിട്ടൊന്നുമില്ലല്ലോ. മാപ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മാപ്പ് പറയുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന് ഒരു അവസരം ഉണ്ടായിരുന്നില്ലേ ഡോക്ടർ നിഷ? ഈ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് ഈ അറസ്റ്റിലേക്ക് വന്ന ആ സമയത്താണ്. അതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന് അവസരമുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് അറിയിച്ചതാണ്.
ബോബി ചെമ്മണ്ണൂരിന്റെ കോർഡിനേറ്ററെ വിളിച്ച് ഈ ലോകത്ത് ഏത് ഹണി റോസിന്റെ അമ്മ തന്നെ പറഞ്ഞതാണ്. എന്നിട്ടും ബോബി ചെമ്മണ്ണൂർ ഈ ഒരു അധിക്ഷേപ ശരങ്ങൾ തുടരുകയായിരുന്നു. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മള് ഹണി റോസ് ആട്ടെ ബോബി ചെമ്മണ്ണൂർ അവരാരും സെയിന്റ് ഒന്നും അല്ല, അവരെ മദർ തെരേസയും ഗാന്ധിജിയും ഒന്നും അല്ല. എല്ലാ മനുഷ്യർക്കും ദേഷ്യവും സങ്കടവും വികാരങ്ങളും എല്ലാം തന്നെയുണ്ട്. അവരുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ബിഹേവ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി. ഒരു തമാശ എന്ന രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞു, ഇല്ലെന്നല്ല, പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അത് വളരെയധികം ഊതിപ്പെരിപ്പിക്കുക മാത്രമല്ല, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല. ഇപ്പൊ ഹണി റോസ് വന്നിട്ട് നിലവിലെ ഞാൻ അവരൊരു നല്ല നടിയാണ്, പക്ഷേ തനിക്ക് ഇതിലൂടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് കിട്ടുകയും തനിക്ക് ഇനി ഇതിൽ കൂടുതൽ പടങ്ങൾ കിട്ടുകയും എന്നൊരു ലെവലിലേക്ക് കൂടി അവരുടെ PR തന്നെ വളച്ചൊടിക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അവർ ഒത്തിരി വേറെ അന്യഭാഷ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സ്ത്രീ തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ കോൺട്രവേഴ്സി കൊണ്ട് അവരുടെ പോപ്പുലാരിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ആവുകയും അതുപോലെ തന്നെ അവർ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമുക്ക് ഇതൊക്കെ നടന്നു, എന്നാൽ ഞാൻ ഒരു തെറ്റുകാരിയാണ്. ഒരു നമുക്കൊരു ശബ്ദം ഉണ്ടാവണമെങ്കിൽ രണ്ട് കൈയും കൂട്ടിമുട്ടുമ്പോൾ മാത്രമേ ശബ്ദം ആവാറുള്ളൂ. അല്ലാതെ ഒരു കൈ മാത്രം അടിച്ചെന്ന് പറഞ്ഞ ശബ്ദം വരാറില്ല. ഈ ഒരു ബേസിക് ആ ലോജിക് മനസ്സിലാക്കണം. വളരെ പ്രാഗ്മാറ്റിക്കും വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊരു ഒരു കോണ്ടെക്സ്റ്റ് ആണിത്. ഒരു വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ പോലും ഈ സ്ത്രീയുടെ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ എനിക്കൊരു ചോദ്യചിഹ്നമായി തോന്നുന്നു. അവരത് മിണ്ടാതിരിക്കണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അവർക്ക് പറയുവാൻ അർഹതയില്ലായിരുന്നു, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കുവാൻ അർഹത ഈ ഹണി റോസിന് ഇല്ലായിരുന്നു എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? തനിക്ക് ഇൻസൾട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ക്രിറ്റിസൈസ് പരാതി കൊടുക്കാം. ഡിഫമേഷൻ സൂട്ട് ഇന്ത്യൻ ലോസ് പ്രകാരം ഡിഫമേഷൻ സൂട്ട് ചെയ്യുക തന്നെ ചെയ്യാം. പക്ഷെ ആ ഡിഫമേഷൻ സൂട്ട് ചെയ്യുമ്പോൾ അതിന് ക്രിറ്റിസിസം വരികയും നമ്മൾ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന മനക്കുട്ടി വേണം. അത് വിട്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ ഫാമിലിനെ എന്നെ താഴെ ഇടുന്നു, രാഹുൽ ഈശ്വരപ്പെട്ട് ജയിലിൽ ഇടണം, ഇങ്ങനത്തുള്ള വാദങ്ങളൊക്കെ വളരെ അറ്റർ നോൺസെൻസ് ആണ്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിന് കൂടെ അല്ല തന്റെ സപ്പോർട്ട് വാങ്ങിയെടുക്കേണ്ടത്. റാദർ താൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ശരി, നല്ല കാര്യം തന്നെ, അവർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, അതിന് മാപ്പ് പറയുകയും ചെയ്തു. എങ്കിൽ അവിടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്നതും ശരിയാണോ? അതാ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, ഇടം പൊരുൾ ഏവൽ, നമ്മളൊരു മാതൃകയായിരിക്കണം. ഒരു പബ്ലിക് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ എന്ന് പറയുമ്പോൾ അവര് ബേസിക്കായി ചില കോൺഷ്യസ്നെസ് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. കാര്യം അവിടെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒത്തിരി ആരാധകരുണ്ട്, അവർക്ക് ഒത്തിരി അധികം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജും ഇല്ലേ, നമ്മുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോഡസ്റ്റ് ആയിരിക്കണം. ഈ മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പറത്തിട്ടുകൊണ്ട് പോകാനല്ല ആരും പറയുന്നത്. പക്ഷെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ച് അവർ ബിക്കിനി ധരിക്കട്ടെ, അവർ ഷോർട്സ് ധരിക്കട്ടെ, അവർ തുണിയില്ലാതെ പോലെ നടക്കട്ടെ, പ്രശ്നമില്ല. പക്ഷെ അതിനൊരു സ്ഥലമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മനഃപൂർവ്വം ആവശ്യമില്ലാത്ത തോട്ട്സ് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പ്രലോഭനങ്ങളിലേക്ക് വഴിതിരിക്കുന്ന പോലെ ഒരു നോർമൽ ജ്വല്ലറി ഉദ്ഘാടനമാകട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ഉദ്ഘാടനമാകട്ടെ, അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രൈംസ് ഓൾസോ ഇൻക്രീസ്, റൈറ്റ്? ഇപ്പൊ അവര് വന്നിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്? ഒരു സ്ത്രീ എങ്ങനെ പറയുന്നു? സ്ത്രീകൾ ഒരുപാട് പേരെല്ലാം പറയുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടെക്സ്റ്റില് ഹണി റോസ് ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവരുടെ ഭാഗത്തും ചില നടപടികൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തും ചില കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്യണമായിരുന്നു. ഇനിയെങ്കിലും അവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവര് സ്ലീവ്ലെസ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ അവര് ഒരു കുട്ടി ഡ്രസ് ഇടുന്നുണ്ടോ എനിക്കോ ആർക്കോ പ്രശ്നമില്ല. അല്ല, അതിനപ്പുറം അവർ എന്താണ് ചെയ്തത്? മാഡത്തിന് അതിനപ്പുറം അവർ എന്ത് ചെയ്തു എന്നാണ് നിഷ? അതിനപ്പുറം അവർ എന്ത് ചെയ്തു എന്നാണ്? ഇവരൊരു പബ്ലിസിറ്റി സ്റ്റണ്ടല്ലേ ചെയ്യുന്നത്. ആക്ച്വലി ഇത്രയും പബ്ലിസിറ്റി, ഇത്രയും കോൺട്രവേഴ്സി വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് വേറെ നടിമാരില്ലേ? ഈ ലോകത്ത് ആരും ഉദ്ഘാടനത്തിന് പോകുന്നില്ലേ, അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നില്ലേ? ഇവർക്ക് മാത്രം ഇത്ര ഒരു പ്രോബ്ലം വരാൻ കാര്യം? അപ്പൊ അത് ശരി, അതൊരു ബിസിനസ് പൊതു ഇടത്തിൽ അവരെ അപമാനിച്ചതല്ലേ ബോബി ചെമ്മണ്ണൂർ? അല്ല, അങ്ങനെ അപമാനം ഉണ്ടായത് കൊണ്ടല്ലേ അവർ പ്രതികരിക്കേണ്ടി വന്നത്, അവർക്ക് പ്രതികരിക്കേണ്ടി വന്നത്? അത് ഒരു തവണയല്ല. അല്ല, പിന്തുടരുക വരെ ചെയ്തു. ബോബി ചെമ്മണ്ണൂർ പിന്തുടരുക വരെ ചെയ്തു അവരെ. അതായത് ഒരു തവണയല്ല അപമാനിച്ചത്, അവർ മറ്റൊരു ചടങ്ങിൽ കയറി വരുന്നു, ഇങ്ങനെ പലതും സംഭവിച്ചു. സോഷ്യൽ മീഡിയയിലെ ഇന്റർവ്യൂകളിൽ അപമാനിച്ചു. അപ്പോൾ അവർക്കത് ബോധ്യമായെങ്കിൽ അവർക്ക് പരാതിപ്പെടാൻ അതിനുള്ള അർഹത അവർക്കുണ്ട്. അവർക്കത് പരാതിപ്പെട്ടു. അവർക്ക് അർഹതയില്ലെന്ന് ഞാൻ ഇല്ലല്ലോ. ഇല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ഒരു ബോബി ചെമ്മണ്ണൂരിനെ മാത്രമല്ല എടുത്ത് പറഞ്ഞുള്ളൂ. എത്രയോ ബോബി ചെമ്മണ്ണൂർമാർ അവരെ ഒന്നും പറഞ്ഞിരിക്കും. അങ്ങനെ ഒന്നും അവർക്ക് കൊണ്ടില്ല. ഇപ്പൊ അവർക്ക് കൊണ്ടു, ശരി, അതിന് മനസ്സിലായി, അവർക്ക് വളരെയധികം ഹേർട്ടായി ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അവരുടെ ബേസിക് ആയ ക്വാളിറ്റീസ്, അവരുടെ ബേസിക് ആയ ഒരു മോഡസ്റ്റി അവർ ലംഘിക്കുന്നു? നിങ്ങൾ എന്ത് വേണോ ധരിച്ചു, എന്ത് വേണോ ചെയ്തു, ആരും ഒന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. ബട്ട് ഷീ ഹാസ് ടു ഫോളോ സർട്ടൻ തിങ്സ്. ഒരു പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ചില ബേസിക് ആയ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ചില ചർച്ചകളിൽ ഞാൻ കണ്ടു, മഞ്ജു വാര്യർ വളരെ മനോഹരമായിട്ട് ഡ്രസ് ചെയ്ത് വരുന്നല്ലോ, അവർ വലിയ സ്റ്റാർ ആണ്, അയ്യോ മഞ്ജു വാര്യറിനെയും ഹണി റോസിനെയും നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവരൊരു സ്ത്രീയല്ലേ,
ഒരു സ്റ്റാർ അല്ല, അല്ലെ അതുപോലെ പല 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 സ്റ്റാറുകൾ, അനശ്വരി ആകട്ടെ, കുറെ സ്റ്റാറുകളാകട്ടെ, അവർക്കൊക്കെ ഇല്ലാത്ത പ്രശ്നം ഇവർക്ക് മാത്രം എന്താ? വളരെ മോശമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് കൊണ്ട് കൂടിയല്ലേ ഡോക്ടർ നിഷ, അവരെ മോശമായി ചിത്രീകരിക്കുന്നത് കൂടിയല്ലേ, അവരുടെ ഫോട്ടോ പല ആംഗിളുകളിൽ നിന്ന് എടുത്ത് അവരെ മോശമായി ചിത്രീകരിക്കുന്നത് കൂടി ഉണ്ടല്ലോ അതിനകത്ത്. ഞാൻ കുറച്ചു പറഞ്ഞത് അതായത് അവസരം കൊടുത്തിട്ടല്ലേ അത് ചെയ്യുന്നത്. അപ്പൊ ശരി, അവർക്ക് നല്ല വൃത്തിക്ക് അറിയാം, അവർക്ക് നല്ല വളരെ ബോധവതിയാണ് അവര്. തന്റെ ഫോട്ടോ, തന്റെ ഓരോ ഭാഗങ്ങളും, തന്റെ പ്രദർശിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ വളരെ വൾഗറായിട്ടും ലൈംഗികമായിട്ടും ആളുകൾ പ്രദർശിപ്പിക്കുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അടുത്തടുത്ത ഇനോഗ്രേഷൻ അല്ലെങ്കിൽ മറ്റു പരിപാടിയിൽ അങ്ങനെ പോകേണ്ട ആവശ്യം എന്താ? ശരി, അവർക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ലേ, ഷീ ക്യാൻ ഗോ, നോബഡി ഈസ് സ്റ്റോപ്പിംഗ് എനിബഡി ടു ഗോ. പക്ഷേ എങ്കിൽ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടായിരിക്കണം. അവരുടെ മെന്റൽ ഹെൽത്തിൽ അവർ കുറച്ചും കൂടി കാര്യമായിട്ട് എടുക്കുകയും അത് അവർ കുറച്ചുകൂടി വർക്ക് ചെയ്യും. ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, അവരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടിയാണ് ഡോക്ടർ നിഷ സംസാരിക്കുന്നത്. അതായത് നിഷ അതിനകത്ത് അതുകൂടിയാണ്. ശരി നിഷ, താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീജിത്ത് പണിക്കർ ഒരു സെന്റർ നിലപാടാണ് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ നിഷ. അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ തെറ്റുണ്ട്, പക്ഷെ അതേ സമയത്ത് തന്നെ ഹണി റോസും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ശ്രീജിത്ത് മറുപടി. അല്ല, എൻ്റെ നിലപാട് അതല്ല. നിഷയുടെ സുഹൃത്താണ്, നിഷയുടെ ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണഘടന നമുക്ക് നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സബ്ജക്ട് ടു ഡീസൻസി, മൊറാലിറ്റി, പബ്ലിക് ഓർഡർ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് നിഷ്കർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഡ്രസ് കോഡ് നമ്മൾ പാലിക്കണം, ഇന്ന ഡ്രസ് കോഡാണ് ഇന്ന സ്ഥലങ്ങളിൽ വേണ്ടത് എന്ന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കീഴ്വഴക്കം അനുസരിച്ചിട്ടാണെങ്കിലും നിയമം അനുസരിച്ചിട്ടാണെങ്കിലും യൂണിഫോമോ മറ്റ് വസ്ത്രങ്ങളോ നമ്മൾ ആ രീതിയിൽ തന്നെ ധരിക്കണം. പക്ഷെ അതല്ലാതെ ഒരു ഉദ്ഘാടനത്തിന് അവർ പോകുന്ന സമയത്ത് അത് പൊതുരംഗത്തുള്ളവരുടെ ഒരു ഇടപെടലാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് നിഷ്കർഷിക്കപ്പെടുന്നില്ല. അവിടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തുള്ള 140 കോടി ജനങ്ങളും ഹണി റോസ് ഒഴികെ ബാക്കി എല്ലാവരും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുകയും അവർ ഇന്ന വസ്ത്രം അവിടെ ധരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും അവർ കുറച്ചുകൂടി മിതത്വം അവരുടെ വസ്ത്രധാരണ രീതിയിൽ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പോലും എല്ലാ ആൾക്കാരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹണി റോസ് ഒഴികെ 140 കോടി ആൾക്കാർ അത് പറഞ്ഞാലും ആ 140 കോടി ആൾക്കാരുടെ അഭിപ്രായവും ഹണി റോസിന്റെ വ്യക്തിപരമായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മുകളിലല്ല. അതുകൊണ്ട് തന്നെ ഹണി റോസ് എന്ത് ധരിക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത് നമ്മളല്ല. അവരുടെ വസ്ത്രധാരണം അവർ സ്വയം പരിഗണിക്കണമെന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരത് ചെയ്യാത്തത് പ്രശ്നമാണ് എന്നോ മോശമായ ആംഗിളുകളിൽ അവരെ ചിത്രീകരിക്കാൻ മാർഗമുണ്ടാക്കി കൊടുക്കുന്നത് അവരാണെന്നോ വിവാദം കൊണ്ട് അവരുടെ കരിയറിൽ അവരെന്തെങ്കിലും ഒരു രീതിയിലത്തേക്കുള്ള മാറ്റം ഉണ്ടാക്കിയെന്നോ പറയുന്ന വാദത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇവിടെ അവരല്ല വിവാദമുണ്ടാക്കിയിരിക്കുന്നത് ബിസിനസ്സുകാരനായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരാണ്. അതിൽ നിഷ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞത് തന്നെയാണ്, പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന കാര്യമാണ് നിഷ പറയുന്നത്. അല്ല, ഇവിടെ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നത് ആരാണ് ശ്രീ മഞ്ജുഷ്? പബ്ലിസിറ്റി സ്റ്റണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ബോധ്യമുണ്ട് ബോബി ചെമ്മണ്ണൂരാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും പബ്ലിസിറ്റി ആവശ്യമാണ്. ഇപ്പോൾ ജയിലിൽ കാട്ടിക്കൂട്ടുന്ന നാടകം തന്നെ അറിയാമല്ലോ. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മൾ ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ കട ബോബി ചെമ്മണ്ണൂരിൻ്റെതല്ല, അവസാനത്തേതും അതല്ല. നിരവധി കടകളുടെ ഉദ്ഘാടനത്തിനായിട്ട് അവർ പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും തന്നെ അവിടെ അവരെ ക്ഷണിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള കമന്റുകൾ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ ഏതാണ്ട് എല്ലാ വീഡിയോകളിലും അദ്ദേഹം സ്ത്രീകൾ അവരുടെ പ്രായത്തിനോ അവരുടെ വസ്ത്രധാരണ രീതിക്കോ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രായം പ്രശ്നമല്ല, ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ മുതൽ വയസ്സായ വൃദ്ധരായിട്ടുള്ള ആൾക്കാരോട് പോലും അദ്ദേഹം ഇതേപോലെ പെരുമാറാറുണ്ട്. അവരുടെ ആരുടെയും വസ്ത്രിക്കുന്നത്. ഇപ്പോൾ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഉണ്ടാകുന്നു. അതിനോടൊക്കെ ടോളറൻസ് വേണം. അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതിനെ ഒരു പോസിറ്റീവ് ക്രിറ്റിസിസമായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറാകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹണി റോസിനേക്കാണ് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇവിടെ ഹണി റോസ് അല്ല പ്രശ്നമുണ്ടാക്കിയത് ബോബി ചെമ്മണ്ണൂരാണ്. ബോബി ചെമ്മണ്ണൂർ അനാവശ്യമായിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് മാനേജർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും തനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ ഒരു മാധ്യമത്തിന് മുന്നിൽ പറയുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹം ഇതേ രീതി തുടരുകയാണ്. അതായത് ഹണി റോസിന്റെ അസാന്നിധ്യത്തിലും അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, അവരോട് വീണ്ടും കൂടുതൽ കടുത്ത ഭാഷയിലുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന രീതിയിൽ, അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ തന്റെ മുന്നിലിരിക്കുന്ന ചെറിയ പെൺകുട്ടിയോടുൾപ്പെടെ വീണ്ടും അദ്ദേഹം മോശമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് ആൾക്കാരെയാണ്.
ഈ രണ്ടാൾക്കാരിൽ ഒരാൾ എല്ലായ്പ്പോഴും അറ്റൻഷൻ തന്നിലേക്ക് കിട്ടാൻ ശ്രമിക്കുന്ന, എല്ലാവിധ മാർക്കറ്റിംഗ് ഗിമ്മിക്കുകളും കാണിക്കുന്ന, ഏതാണ്ട് എല്ലാ വീഡിയോകളിലും ദ്വയാർത്ഥ പ്രയോഗം കാട്ടുന്ന, വസ്ത്രധാരണമോ പ്രായമോ പ്രശ്നമല്ലാത്ത രീതിയിലത്തേക്ക് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരു വ്യക്തി ഒരു ഭാഗത്ത് നിൽക്കുകയും മറ്റൊരു ഭാഗത്ത് സാധാരണ പോലെ മാന്യമായി വെസ്റ്റേൺ വെയറോ ട്രഡീഷണൽ വെയറോ ധരിച്ചുകൊണ്ട് എല്ലാ കടകളുടെയും ഉദ്ഘാടനത്തിന് പോയതിനു ശേഷം തിരിച്ചു വരികയും വിവാദം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് മറ്റൊരു വശത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് ഇവരെ ആക്രമിക്കുന്നത്? ഇനി ബോബി ചെമ്മണ്ണൂരിനെ മാത്രമാണോ ഇവർ പ്രശ്നമാക്കിയത്? അല്ല, അവർക്കെതിരെ മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്ന മറ്റാൾക്കാർക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ അവർ നീങ്ങുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ. അല്ലാതെ ബോബി ചെമ്മണ്ണൂരിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. അത് തന്നെ അവർ ആദ്യ സമയത്ത് പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് സ്റ്റോക്കിങ്ങിന്റെ സ്വഭാവത്തോടു കൂടി അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവരുടെ പറ്റി മോശമായ രീതിയിലത്തേക്കുള്ള കമന്റുകൾ പറയുകയും നടി എന്നതിന് പ്രാസമൊപ്പിച്ച് മറ്റൊരു വാക്ക് അശ്ലീല ചുവയോടുകൂടി പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആരാണ്? ഒരേ സ്ഥലത്ത് തന്നെ താമസവുമായി ബന്ധപ്പെട്ട് ഹണിറോസിന്റെ താമസ സ്ഥലത്ത് തന്നെയാണോ ബോച്ചെ താമസിച്ചത് എന്ന് ആൾക്കാർ ചോദിക്കുകയും പിന്നീട് അശ്ലീലം കലർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആരാണ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്? ശരി, അതിനുള്ള മറുപടി ഡോക്ടർ നിഷ പെട്ടെന്നതിനുള്ള മറുപടി. 3 കാര്യങ്ങളുണ്ട്. 1 ദ്വയാർത്ഥ പ്രയോഗം, 2 അശ്ലീലം നേരിട്ട് പറയുന്നു, അതുപോലെ തന്നെയാണ് ബോഡി ഷെയ്മിംഗ് എന്ന കാര്യവും. താങ്കൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അത്? അപ്പോൾ ശ്രീധരനൊരു മറുപടി. ശ്രീജിത്ത് എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞ പോലെ എന്റെ വളരെ അടുത്ത സുഹൃത്ത് തന്നെ ശ്രീജിത്ത്, അദ്ദേഹം പറഞ്ഞതൊന്നും തന്നെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ എക്സ്പ്രസ് ചെയ്തു, അത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ ഇവിടെ ഒരിക്കലും ബോബി ചെമ്മണ്ണൂർ ശരിയാണ് അല്ലെങ്കിൽ ഹണിറോസോ തെറ്റുകാരിയാണെന്ന് ഞാൻ ഉന്നയിച്ചിട്ടില്ല. എന്റെ വാദത്തിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു, ഇതുപോലെ ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം യൂസ് ചെയ്തു, ലൈംഗികമായ ഒരു ഭാഷ യൂസ് ചെയ്ത വളരെ തെറ്റായ കാര്യം തന്നെയാണ്. അതിപ്പോ ഹണിറോസ് അല്ല, എന്നോടല്ല, ആരോടാണെങ്കിലും തെറ്റ് തന്നെയാണ്. എങ്കിൽ പോലും ഇവിടെ ഹണിറോസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ആ സ്ത്രീ അവർക്ക് കംപ്ലൈന്റ് ചെയ്തു, ഒക്കെ ശരിയാ. പക്ഷെ അവർ പബ്ലിസിറ്റി സ്റ്റണ്ട് ചെയ്യുന്നില്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞു പബ്ലിസിറ്റി സ്റ്റണ്ട് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് ചെയ്യുന്നത്. ഇവർ ഇത്രയും നിഷ ഒന്ന് ഇടപെടുകയാണ്. രാഹുൽ ഈശ്വർ ചേർന്നിട്ടുണ്ട്. രാഹുൽ ഈശ്വർ വലിയ തിരക്കുള്ള ആളാണ്. എനിക്ക് 1-2 വേറെ ചർച്ചയിലും കൂടെ പോകണം. നിഷാമം 8 മണി വരെയുണ്ട്. രാഹുൽ പറഞ്ഞോളൂ. രാഹുൽ എന്താണ്? ദയവായി 2 കാര്യങ്ങൾ പറയാനുള്ള അവസരം. ഒന്ന്, ബോബി ചെമ്മണ്ണൂറിന് കൊടുത്ത വിധിന്യായം വളരെ നല്ലതാണ്, പോസിറ്റീവും ബാലൻസ്ഡുമാണ്. ബോബി ചെമ്മണ്ണൂറിനെ അതിരൂക്ഷമായി ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂറിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റീവ് മെരബോലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓന്ത്രപ്രണറിനെ അല്ലെങ്കിൽ അമേരിക്കൻ ഓതറിനെ കോട്ടൊക്കെ ചെയ്തുകൊണ്ട് അവർ തുടങ്ങുകയും ബോഡി ഷെയ്മിംഗ് പാടില്ലെന്നും എല്ലാം പോസിറ്റീവായി പറയുന്നുണ്ട്. എന്നാൽ ബോബി ചെമ്മണ്ണൂറിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു സന്തുലിത സമീപനമാണ് വേണ്ടത്. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ജാമ്യം നിഷേധിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു, അതൊരു സമൂഹത്തിന് സന്ദേശമാകുമെന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു ഓൾറെഡി അറസ്റ്റ് ചെയ്തതും റിമാൻഡിൽ പോയതും തന്നെ ഒരു സന്ദേശമാണെന്ന്. ഈ ബാലൻസ് ആണ് വേണ്ടത്. ബോബി ചെമ്മണ്ണൂറിനെ ആരെങ്കിലും ന്യായീകരിച്ചോ? ഇല്ല. പകരം ഞാൻ അടക്കമുള്ളവർ മുമ്പോട്ട് വെച്ചത് ഹണിറോസിനെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്നാണ്. ഇനി അതിന് എനിക്കെതിരെ വന്ന എന്താ? കേസ് വന്നു, ഹൈക്കോടതി വന്നു. ഇന്ന് വനിതാ കമ്മീഷൻ, അതായത് ഒരു കേസിന്റെ ഇടയിലോ ഹൈക്കോടതി പരിഗണിക്കുന്ന കേസിലോ വനിതാ കമ്മീഷനിലെ സതീദേവി രാഹുൽ ഈശ്വറിനെതിരെ നടപടി വേണമെന്ന് പറയുന്നുണ്ട്. അതൊരു ഇന്റർഫിയറൻസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? അത് ശരിയാണോ? അതുകൊണ്ടാണ് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ വേഴ്സസ് ഹണിറോസ് മാത്രമല്ല, ഇതൊരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. അതായത് തീവ്ര ഫെമിനിസം പുരുഷന്മാരെ കൊടുക്കാനും പുരുഷന്മാരെ ഇകഴ്ത്തി കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ എന്ന് സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ അതിശക്തമായി ഞാൻ അടക്കമുള്ളവരെ പിന്തുണയ്ക്കുന്നത്. അവരാരും ബോബി ചെമ്മണ്ണൂർ, ഞങ്ങൾ ആരും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ തെറ്റായ കാര്യത്തോട് യോജിക്കുന്നില്ല. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ തെറ്റാണ് തെറ്റാണ് തെറ്റാണ്. എന്നാൽ ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറെ അനുകൂലിക്കുന്നവരുടെ എണ്ണം പെരുകി വരികയാണ്. പക്ഷേ പൊതുസമൂഹത്തിന്റെ ഒരു വലിയ പരിച്ഛേദമെന്ന് താങ്കൾ കരുതരുത്. അത് മാത്രമല്ല, അപ്പോൾ താങ്കൾ അവിടെയും ബാലൻസിംഗ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചെയ്ത് തെറ്റ്, അതേസമയം ഹണിറോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന്. പക്ഷെ അത് അല്ലല്ല, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന ആളുകൾ അങ്ങനെയല്ല. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുകയും ഹണിറോസിനെ എതിർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ്.
അവിടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വേട്ടയാടണ്ട, അതേപോലെ ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കണം. ഇനി എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ഈ തെറ്റ് കാരണം ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 25 വർഷമായിട്ട് കേരള സമൂഹത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്. അതായത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു, ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആൾക്കാരുടെ ജീവിതം മാറ്റി, ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹം ബ്ലഡ് ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നു, 100 കണക്കിന് വീട് വെച്ചു കൊടുത്തു, ഒരുപാട് പേരുടെ ജീവിതത്തെ സ്പർശിച്ചു. ശരിയാണ്, പുള്ളിയുടെ ഈ ആഭാസ വർത്തമാനമോ ദ്വയാർത്ഥ വർത്തമാനമോ പൂർണ്ണമായും തെറ്റാണ്. തൃശ്ശൂർ പൂരത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് പറഞ്ഞൊക്കെ വളരെ തെറ്റാണ്. പക്ഷേ ഈ നാക്കുപിഴവ് കൊണ്ട് അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പ്രവർത്തനങ്ങളെയോ 30 വർഷത്തെ പ്രവർത്തനങ്ങളെയോ നമ്മൾ കരിവാരി തേക്കരുത്. ശരിയെ ശരിയും തെറ്റിനെ തെറ്റുമായി കണ്ട് തെറ്റിനെ മാറ്റി നിർത്തി ബോബി ചെമ്മണ്ണൂറിന് അതിശക്തമായി തിരിച്ചു വരാൻ ഒരു അവസരം കൊടുക്കണം. അതേപോലെ തന്നെ ഹണി റോസിന് എന്ത് തിരിച്ചു വരുവാൻ ബോബി ചെമ്മണ്ണൂർ ഈ ആഭാസത്തിന് തിരിച്ചു വരുവാനുള്ള അവസരം കൊടുക്കണമെന്നോ അങ്ങനെ താങ്കൾ പറയരുത്. താങ്കൾ ഈ 2 വള്ളത്തിലും കാല് ചവിട്ടരുത് ശ്രീ രാഹുൽ ഈശ്വർ. 10ാമത്തെ പേജിലെ 10ാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാകും. താങ്കളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യമാണ് ഹൈക്കോടതി ഇവിടെ രണ്ട് വള്ളങ്ങളില്ല, ഒരു വള്ളമേ ഉള്ളൂ. ആ വള്ളത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂറും രാഹുൽ ഈശ്വറും ശ്രീജിത്ത് പണിക്കരും ഡോക്ടർ നിഷയും ഹണി റോസും നമ്മളെല്ലാം. ആ ഒരു വള്ളത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ആ വള്ളം പരസ്പരം അടികൂടി മുക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് 2 വള്ളങ്ങളില്ല ഇവിടെ, ഒരു വള്ളമേ ഉള്ളൂ. ആ വള്ളത്തിൽ ജീവിക്കുന്നവരാണ്, ഇന്ത്യ എന്നോ കേരളം എന്നോ വള്ളത്തിൽ ജീവിക്കുന്നവരാണ്. പരസ്പരം തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് പോകണം. ഒരു വരി കൂടി പറഞ്ഞാൽ ന്യൂസ് 18 തന്നെ ആയതുകൊണ്ടാണ് പരാതിയുമായി പൊക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റു പറ്റിയാൽ തിരുത്താൻ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. അതിന് 3 വർഷം ജയിലിൽ പിടിച്ചിടുകയല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ദയവായി ഒരു വരി കൂടി, അന്ന് ശ്രീജിത്ത് പണിക്കരും എന്നെ വിമർശിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പോസിറ്റീവായി. അതായത് ഞാൻ പറഞ്ഞുകൂടാത്തൊരു വാക്ക് ദേഷ്യം വന്നപ്പം പറഞ്ഞു, രേണുകാ മാഡത്തിന്റെ പരിപാടിയായിരുന്നു, അപ്പൊ അത് തെറ്റായ വാക്കാണ്. അതിനുശേഷം എന്നെ മിനി മാഡവും തിരുത്തി. ഒരു പദപ്രയോഗം അതിജീവിതയോട് ചേർത്ത് വെച്ച് അത് പാടില്ല എന്ന തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു, അത് മാറ്റി. അതേപോലെ നന്നാവാൻ ഒരാൾക്ക് അവസരം കൊടുക്കണം, പോസിറ്റീവ് ആകാൻ അവസരം കൊടുക്കണം. കാടടച്ച് വെടിവെച്ച് എല്ലാരെയും എയറിലാക്കി എല്ലാരെയും ജയിലിലിട്ട് എല്ലാരും മോശക്കാരാന്ന് പറഞ്ഞ് എല്ലാവർക്കും എതിരെ കേസിട്ടല്ല പോകേണ്ടത്. ഒരു സമൂഹം അങ്ങനെ അല്ല മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ശരി, ശ്രീ MK ഹരിദാസ് അതിനുള്ള മറുപടി. കൂട്ടിക്കൽ ജയചന്ദ്രൻ ഇന്ന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. 4 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ. ഇപ്പം ഇദ്ദേഹം പറയുന്നത് നാളെ ഇനി അത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കൂട്ടിക്കൽ ജയചന്ദ്രനെ പോലുള്ളവർക്ക് മാപ്പ് കൊടുക്കണമെന്നാണോ പറയുന്നത്? പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ സ്ത്രീകളുടെ പുരുഷാധിപത്യത്തിൻ്റെ അല്ല സ്ത്രീകളുടെ തരത്തിലുള്ള എന്താ പറയേണ്ടത് ഫെമിനിസത്തിൻ്റെ പേരിൽ പുരുഷന്മാർ ക്രൂശിക്കപ്പെടുന്നു. ആര് ക്രൂശിക്കപ്പെടുന്നു? ഞാൻ ഇതുവരെ 64 വയസ്സായി. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കിതുവരെ ഫെമിനിസത്തിൻ്റെ പേരിൽ ഒരു ക്രൂശിത രൂപം, ഒരു ക്രൂശ ആരുടെ കയ്യിൽ നിന്നും ഒരു അപമാനകരമായ വാക്ക് പോലും ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. നമുക്കിവിടെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ഇവിടെ ഡോക്ടർ നിഷ പറയുകയുണ്ടായി. ഹണി റോസ് വസ്ത്രധാരണത്തിൽ അച്ചടക്കം പാലിച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളും മാന്യതയുടെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഹണി റോസിനോട് എനിക്കും വിയോജിപ്പുണ്ട്, ഒരുപാട് വിയോജിപ്പുണ്ട്. അത് പക്ഷെ അവരുടെ എവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവരെങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ. എന്തുകൊണ്ട് ഈ വ്യക്തി പാർവതി ദേവിയെ ഉദാഹരിച്ചില്ല? ഈ ബോബി ചെമ്മണ്ണൂര് എന്തുകൊണ്ട് മഹാഭാരതത്തിലെ തന്നെ പാഞ്ചാലിയെ ഉപമിച്ചില്ല? അവിടെ കുന്തി ദേവി എന്ന് പറയുന്ന അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെക്കുറിച്ചിട്ടോ പുരാണങ്ങളിലൊന്നും വല്ലാതെ ഒന്നും പറഞ്ഞതായിട്ട് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുള്ള കുറെ വ്യതകളെ കുറിച്ചിട്ടല്ലാണ്ട് ഞാൻ പുരാണങ്ങളിൽ വായിച്ചിട്ടില്ല. പക്ഷെ കുന്തി ദേവി എന്ന് പറയുന്ന വാക്കുകൊണ്ട് മറ്റൊരു ദ്വയാർത്ഥം സൃഷ്ടിക്കാമെന്നിരിക്കെ അത് മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ 6 ദിവസത്തെ ശിക്ഷ പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇവിടെ പിണറായി വിജയനെ നമുക്ക് വിമർശിക്കാം, എം എം മണിയുടെ നാക്കിനെ കുറിച്ചിട്ട് നമുക്ക് വിമർശിക്കാം, എ വിജയരാഘവനെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. എന്തുകൊണ്ട് നമുക്ക് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ളൊരു ആഭാസനായ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമുക്ക് വിമർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഫെമിനിസത്തിലേക്കും ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലേക്കൊന്നും ഈ ചർച്ചയെ കൊണ്ടുപോകരുത്. ഈ ചർച്ച ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയാണോ? ആരാണ് ഇവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് വേണ്ട പബ്ലിസിറ്റി 24
മണിക്കൂറിൽ സൃഷ്ടിക്കാൻ ആരെയും കരിവാരി തേക്കാനും ആരെയും അപമാനിക്കാനും തയ്യാറുള്ള ഒരു വ്യക്തിക്ക് സമൂഹം ഒരു മാന്യതയും നൽകരുത്. തന്റെ പുറകിൽ കൂടിയിട്ടുള്ള സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്ക് നല്ല സന്ദേശം നൽകേണ്ട ഈ വ്യക്തി, സുഹൃത്തെ, ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ ഈശ്വർ, ഒരാൾ ചാരിറ്റി ചെയ്തു, ഞാൻ ഒരുപാട് ചാരിറ്റി, 3 ഡോക്ടർമാരെ ഈ സമൂഹത്തിന് സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. 3 ഡോക്ടർമാരെ, 2 എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഫീസ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് നാളെ റോട്ടിൽ കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാൻ അധികാരമുണ്ടോ? അപ്പൊ ചാരിറ്റി പ്രവർത്തനം ഒരു വ്യക്തിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ MA യൂസഫലി കാണിച്ചു കൂട്ടാവുന്ന പോക്കൃത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ രവി പിള്ള ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ എനിക്കെന്തും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ചാരിറ്റി പ്രവർത്തനം 30 കൊല്ലമായിട്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഈ അദ്ദേഹം തെറ്റ് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ 2 വെള്ളത്തിലല്ല സത്യത്തിലെ, താങ്കൾ ഇവിടുത്തെ കേരളത്തിലെ താങ്കളോട് ഒരുപാട് അനുഭവം പ്രകടിപ്പിക്കുന്നവരെ പോലും വെറുപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം താങ്കൾ മറക്കരുത്. അല്ല, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് രാഹുൽ. ഈ ബാലൻസ്ഡ് അപ്രോച്ച് പറയുന്നതിൽ എനിക്ക് എതിർത്താൽ കുഴപ്പമില്ല. കാര്യം ഞാൻ പറയുന്നത് സത്യമാണ്, ന്യായമാണ്. ഞാൻ പറയുന്നത് ബാലൻസ് ആണ്. ഞാൻ പറയുന്ന ആവശ്യമുണ്ടോ രാഹുൽ ഈശ്വർ? ഇവിടെ ബാലൻസിന്റെ ആവശ്യം എന്താണ്? ഹണിറോസിനെയും ഈ പറയുന്ന ബോച്ചയെയും ഒരേ നിലപാട് കാണിക്കണം, ഇതല്ലേ പറയുന്നുള്ളൂ. അല്ല, ഒരേ തട്ടിൽ ബോച്ചയെയും ഹണിറോസിനെയും തൂക്കുന്നത് എന്തിനാണ് താങ്കൾ? എന്തിനാണ് അവിടെ ഒരു ബാലൻസിന്റെ ആവശ്യം? ഹരിദാസ് സാറേ, സാറൊന്ന് പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഹണിറോസിന്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഹണിറോസ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് വന്നു. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഹണിറോസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഹണിറോസ് ഇങ്ങനെ ഒരു വസ്ത്രധാരണമാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് സ്ത്രീകളും മറ്റ് പെൺകുട്ടികളും അതാ ഫോളോ ചെയ്യേണ്ടതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവർ ഇത്രയും ഒരു പബ്ലിക്, ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അവർ വെളിയിൽ പോകുമ്പോൾ അവർക്ക് അവരുടെ പേഴ്സണൽ ചോയ്സസ് വളരെയധികം അവർ ഫോളോ ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള ക്രിറ്റിസിസംസ് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനക്കെട്ടികൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ട്? അത് അവർക്ക് തീരുമാനിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? അവർക്ക് എങ്ങനെ വസ്ത്രധാരണം ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരാണ്. അവരെക്കാൾ മോശം വസ്ത്രധാരണം ധരിച്ച ആരെയും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ? എനിക്ക് അങ്ങേയറ്റം ആ സ്ത്രീ വിമർശിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ വിമർശിക്കാത്തത് എന്താ? അത് അവരുടെ. ഇപ്പൊ ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തി, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഈ ഒറ്റത്തോർത്തും ഒരു ചട്ടയും ധരിച്ച് നടക്കുന്നത് എനിക്ക് അങ്ങേയറ്റം ആഭാസകരമായി തോന്നുന്നുണ്ട്. ഈ ചർച്ചയിൽ ഞാനിപ്പോൾ പറയുന്നത് ഒരു അവസരം വന്നതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അദ്ദേഹം നടക്കട്ടെ. അതിലൂടെയും അദ്ദേഹത്തിന് പബ്ലിസിറ്റി വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹണിറോസ് മാത്രം പബ്ലിസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ ഹണിറോസ് കുറ്റക്കാരി അല്ലെങ്കിൽ ബോച്ച കുറ്റക്കാരനെ ഞാൻ പറഞ്ഞില്ല. ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ കൃത്യമായി വളരെ ഒരു റാഷണൽ അപ്രോച്ചാണ് ഞാനും രാഹുൽ ഉൾപ്പെടെ ഇവൻ ശ്രീജിത് പണിക്കർ പോലും അദ്ദേഹം പറയുമ്പോൾ റാഷണൽ അപ്രോച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുകയും മറ്റേ എതിർക്കുകയും ചെയ്യാൻ അത് മണ്ടത്തരമാണ്. നമ്മൾ സ്കൂൾ ഡിബേറ്റിനല്ല ഇരിക്കുന്നത്. നമ്മളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ലിറ്ററേറ്റ് ആയ ആളുകളാണ്. സോ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ അതിനെ നിങ്ങൾ അങ്ങനെ പറയരുത്. അല്ല, എനിക്ക് സ്ത്രീ അവർക്ക് നേരിട്ട മാനഹാനി പൊതുസമൂഹത്തിൽ വന്ന് പറയുകയും അതിന് നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുമ്പോൾ അതിനല്ലേ പിന്തുണ കൊടുക്കേണ്ടത് ഡോക്ടർ നിഷ? അതല്ലാതെ അവിടെ ഒരു ബാലൻസിങ് അപ്രോച്ച് നടത്തുന്നത് എന്തിനാണ്? ആ പെൺകുട്ടിയെ അപമാനിക്കുന്നതിന് വേണ്ടിയല്ലേ അത്? ഞാൻ തനി മലയാളിയാണ്, പക്ഷെ ഞാൻ കേരളത്തിലല്ല താമസിക്കുന്നത്. ജനിച്ചത് വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. എന്നും പറഞ്ഞ് ഞാൻ അമേരിക്കയിൽ പോകുമ്പോഴോ ഡൽഹിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ആന്ധ്രയിൽ പോകുമ്പോഴോ ഞാൻ ഒന്ന് തുണിയില്ലാതെ പോകത്തില്ല. എനിക്ക് ബേസിക് ആയ ഒരു സെൻസ് ഉണ്ട്. അതായത് ഞാനൊരു ബീച്ചിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൈവറ്റ് പാർട്ടിയിൽ പോകുമ്പോൾ അതിൻ്റെതായ ഒരു വസ്ത്രധാരണം എനിക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഒരു പൊതു മാധ്യമത്തിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ വരുമ്പോഴോ ഞാനൊരു എന്റെ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പോകുമ്പോഴോ IAS വരെ പഠിപ്പിക്കാൻ പോകുമ്പോഴോ അതുപോലെ തന്നെ മറ്റൊരു വേദിയിൽ പോകുമ്പോഴോ അതിൻ്റെതായ ഒരു ബേസിക് ആയ കാര്യങ്ങൾ ഫോളോ ചെയ്യും. ഈ ഹണിറോസിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ആകട്ടെ, ഫേസ്ബുക്ക് ഹാൻഡിൽ ആകട്ടെ, അവർ എത്രയോ പിക്ചേഴ്സ്, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പല തരത്തിൽ അവർ ഡ്രസ്സ് ധരിക്കുന്നു. അതൊന്നും ആരും കുറ്റം പറഞ്ഞില്ല. അവർ പബ്ലിക് വേദിയിൽ വരുമ്പോൾ എടപ്പൊരുൾ ഏവൽ എന്നൊരു പെർട്ടിക്കുലർ ഫാക്ടറെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. ഒരു വനിത തന്നെയാണ് ഹണിറോസിനെ വിമർശിക്കുന്നത്. എനിക്ക് ഞാൻ നിഷ തുടങ്ങിയെടുത്ത് പറയാണ്. നിഷ തുടങ്ങിയെടുത്ത് ഡിബേറ്റിൽ പങ്കെടുക്കുന്ന വിനു കിരിയത്ത് കൂടിയുണ്ട്. നിഷ പറഞ്ഞതെന്ന് വെച്ചാൽ, നിഷ പറഞ്ഞത് നമുക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ശരിയാണ്, ഓരോ സ്ഥലത്തും ഏതൊക്കെ വസ്ത്രം ഇടണം എന്നുള്ളതിന് ഒരു മാന്യത ഓരോരുത്തർക്കും വേണമെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ നിയമം അനുസരിച്ച് ആർക്കും എന്ത് വസ്ത്രവും ധരിക്കാം.
ഒന്നാലോചിക്കാൻ നിഷ നിൽക്കൂ, നിഷ ഇടയ്ക്ക് കയറി സംസാരിക്കരുതേ. ഞാൻ ഇത്രയും നേരം സൈലന്റ് ആയിട്ടിരുന്നു, ഒന്നും ഒരു പൊടിക്ക് അടങ്ങൂ. ഞാൻ പറഞ്ഞോട്ടെ, സ്ത്രീയുടെ ശത്രു എന്നും സ്ത്രീ തന്നെയാണെന്നുള്ളതിന് തെളിവാണ് നിഷ ഇപ്പോൾ ഈ ഹണി റോസിനെ നോക്കൂ. ഹണി റോസിന് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഹണി റോസിന് തീരുമാനിക്കാം. അവിടെ കോടതി പോലും പറയുന്നു ബോബി ചെയ്തത് തെറ്റാണെന്ന്. ബോബി ഒരു തവണ അധിക്ഷേപിച്ചു, വീണ്ടും അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉപദേശിക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവർ എന്നെ ന്യായീകരിക്കുമ്പോൾ ആരാധമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലല്ലേ? ഇവിടെ നിങ്ങളെ ആരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ആ നടിയെയാണ്, അവർക്കാണ്. പിന്നെ എല്ലാവരും ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു ഹണി റോസിന്റെ ടോപ്പിക്ക് മാത്രമാണ്. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഹണി റോസിന് മാത്രമല്ല, ഏത് സ്ത്രീകളെ കണ്ടാലും ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. അതൊരു ക്രെഡിറ്റ് ആയിട്ടാണോ നിങ്ങളെല്ലാം കാണുന്നത്? പിന്നെ രാഹുൽ ഈശ്വർ പോയെങ്കിൽ പിന്നെ അദ്ദേഹം വള്ളത്തിൽ എല്ലാവരും ഒരുമിച്ച് സഞ്ചരിക്കുന്ന കാര്യം പറഞ്ഞു. വള്ളത്തിൽ കയറി ഒരാളൊന്ന് ഒലച്ചാൽ മതി, ആ വള്ളം അങ്ങ് മറിയും. ആ ഒലയ്ക്കണവനെ നമ്മളൊക്കെ കൂടെ കയറി അങ്ങ് പെരുമാറുകയും ചെയ്യും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ബോബിയെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റപ്പെട്ടില്ല. അയാൾ എൻജോയ് ചെയ്തോട്ടെ, പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് വേണ്ട. ഹണി റോസ് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നേരത്തെ യൂസ് ചെയ്ത് വളരെ ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ബോബി ഫെലിക്സിനല്ല, ഇപ്പൊ താങ്കളല്ല, വേറെ ആരാണ് ഈ ഇരിക്കുന്ന ശ്രീജിത്ത് പണിക്കരാവട്ടെ അല്ലെങ്കിൽ മഞ്ജുഷ ആവട്ടെ, ആരാകട്ടെ, ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞത് ശരിയായ കാര്യമല്ല. പക്ഷേ അതിന് അവസരം ഒരുക്കി കൊടുത്തിട്ടല്ലേ? അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കും. അല്ലല്ല, നിങ്ങൾ ഡോക്ടറാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ, എന്റെ അവസരമല്ലേ. ഒരു മിനിറ്റ് നിൽക്കൂ. നോക്കൂ, നിങ്ങളൊരു ഡോക്ടറാണെന്ന് പറയുന്നു, നിങ്ങൾ ന്യായീകരിച്ചോളൂ. പക്ഷെ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? പെണ്ണുങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചോളൂ എന്നാണോ? സോഷ്യൽ മീഡിയ അധിക്ഷേപിച്ചോളൂ എന്നാണോ? കോടതി പോലും വേണ്ട എന്ന് പറഞ്ഞതിന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇവിടെ കോടതി പോലും പറയുന്ന ആൾ ചെയ്തത് തെറ്റാണ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നു. കോടതി ഉത്തരവിനെ ലംഘിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ബോഡി ഷേമിംഗ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ബോഡി ഷേമിംഗ് നടത്തിയത് ശരിയായില്ല, ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഡ്ജി ആ പോയിന്റ് അവസാനിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ ശ്രീ ഹരിദാസ് പറഞ്ഞതുപോലെ, ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ശ്രീ ഹരിദാസ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങളാരും ഹണി റോസിന്റെ ഡ്രസ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്റെ വീട്ടുകാർ എങ്ങനെ വസ്ത്രം ധരിക്കണം നോക്കിയാൽ മതി. ഹണി റോസിന്റെ വീട്ടുകാരെ നോക്കിക്കോളും. നമ്മളാരും അതിൽ ടെൻഷൻ ആവണ്ട. ഇവിടെ നിയമങ്ങളുണ്ട് അതിനെതിരെയൊക്കെ ചെയ്യാൻ. അവർ വിവസ്ത്രരായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. അവർക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു, അവർക്ക് ചേരുന്നു എന്ന് തോന്നുന്നു. അവർ ചലച്ചിത്ര നടിയാണ്. നിങ്ങൾ ബോംബെയിലൊക്കെ പോകൂ, ഹിന്ദി നടിമാരൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന വസ്ത്രങ്ങൾ കാണൂ. ഇത് നോക്കൂ, നമ്മൾ കാണുന്നവരെ ഒരു ബേസിക് ആയ ഈ ബോംബെയിലാണെങ്കിൽ, ഇപ്പൊ ബോംബെയിലാട്ടെ, ഡൽഹിയിലാട്ടെ, യുപിയിലാട്ടെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ, അല്ലെങ്കിൽ US ആകട്ടെ, അല്ലെങ്കിൽ കാനഡ ആകട്ടെ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ബേസിക് ആയ എല്ലാവർക്കും സ്ത്രീകൾ തന്നെയാണ്. ആരും അവരോട് സ്ലീവ്ലെസ് ധരിക്കേണ്ടെന്ന് പറയുന്നില്ല, ആരും അവരുടെ ശരീരം പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ പിന്നെ ഞാൻ ആവർത്തിക്കുകയാണ്, ഇടം പൊരുൾ ഏവൽ എന്നൊരു ഫാക്ടർ ഹണി റോസ് എന്നല്ല, ഞാൻ ഹണി റോസ് മാത്രമല്ല, ഞാനാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം, നമ്മുടെ ലോകത്തിലെ എല്ലാ സ്ത്രീകളും ബേസിക് ആയി ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന് വന്ന് നമ്മൾ സ്ത്രീ ശാസ്ത്രീകരണം, നമ്മൾ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നു, നമ്മൾ വിമന്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീഡം ഉള്ളപ്പോൾ ആ ഫ്രീഡത്തിന് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് വളരെ ബ്യൂട്ടിഫുൾ ആയി കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒന്നാണ്, തോന്നിവാസം കാണിക്കാനെന്നല്ല. ആ ആർട്ടിക്കിൾ ഒന്ന് പരിശോധിക്കണം. ആ ആർട്ടിക്കിൾ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് താങ്കൾ ഉന്നയിക്കുകയുണ്ടായി. ഇതുപോലെ നിഷയെ പോലെ എന്താ പറയാ, സ്ത്രീകൾ പറയുന്നത് കേട്ടാണ് മറ്റു സ്ത്രീകൾ നടക്കേണ്ടത്. ഞാൻ ഒരു അധ്യാപിക കൂടിയാണ്. ഓക്കെ, ഞാൻ IAS വരെ ട്രെയിൻ ചെയ്യുന്ന അധ്യാപികയാണ്. സോ ഈ ഇന്ത്യക്ക് വേണ്ടി ഫ്യൂച്ചർ യങ് ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു അധ്യാപിക കൂടിയാണ്. സോ അവിടെ ക്ലാസ് എടുക്കുന്നതിനൊക്കെ ഉപരി അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റും എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടി ഞാൻ പറയുന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഞാനൊരു അധ്യാപികയാണ്, അതുകൊണ്ട് നിഷയുടെ കാര്യം നോക്കി ഈ പറഞ്ഞ പോലെ ഡ്രസ് ചെയ്താൽ മതി എന്ന്. ഐ വാസ് മിസ് ഇന്ത്യ ഇന്റർനാഷണൽ ഇൻ 2019. ഞാനും മോഡലിംഗ് ചെയ്യാറുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാനും ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നും പറഞ്ഞിട്ട് ഇടം പൊരുൾ ലേവലിന് അനുസരിച്ചല്ലാണ്ട് ഞാൻ തുണികരിച്ച് പോകാറില്ല. ഞാൻ ഹണി റോസ് 100% കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടുമില്ല. ഞാൻ എന്താ അവിടെ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീക്ക് അനുഭവിച്ചത് വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ്. അവർക്ക് അങ്ങനെ ഒരു റിസൾട്ട് വരാൻ പാടില്ല. കാര്യം അവരെ നല്ല ഏതൊരു സ്ത്രീയും ലൈംഗിക ചൊവ്വയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ അതിനെ എതിർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ കാണിച്ചത് വളരെ മോശമായ കാര്യം. അതിന് അദ്ദേഹത്തിന് പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീജിത്ത് നിഷ പോയിന്റിൽ ഉറച്ചു നിൽക്കുകയാണ്. അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒരു വനിത തന്നെ ഇക്കാര്യം പറയുമ്പോൾ ശ്രീജിത്ത് പറയട്ടെ. അല്ല നോക്കൂ, ഒരു സെക്കൻഡ്. നമ്മൾ ഹണി റോസ് അതിനുള്ള ഒരു അവസരം വിമർശിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത് ബോബി ചെമ്മണ്ണൂരിന്റെ അസംഖ്യം മറ്റു വീഡിയോകളാണ്. ആ വീഡിയോകളിലൊക്കെ തന്നെ വളരെ നമ്മൾ ഈ പറയുന്ന ഏറ്റവും മോഡസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലത്തേക്കുള്ള വസ്ത്രധാരണം ധരിച്ചിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ്.
ചെറിയ പെൺകുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള സ്ത്രീകൾ വരെയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് സാധാരണ അവരുടെ ഡേ ടു ഡേ വെയർ ആയിട്ട് ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ചെല്ലുന്ന ആൾക്കാരാണ്. അവരാരും തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ മോശമായ രീതിയിലത്തേക്കുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയ ആൾക്കാരല്ല. എന്നിട്ടും ഇയാളത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും മറ്റൊരാളാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ബോബി ചെമ്മണ്ണൂരിന് അതിന് വ്യത്യാസമില്ല. അദ്ദേഹം ഈ ആൾക്കാരെ പറ്റി എല്ലാം തന്നെ മോശം പരാമർശം പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ ഹണി റോസ് അവസരമുണ്ടാക്കിയ ആ ഒരു അവസരത്തിൽ മാത്രം ബോബി ചെമ്മണ്ണൂർ ഈ രീതിയിലത്തേക്കുള്ള പരാമർശം നടത്തി എന്ന് പറയണമായിരുന്നു. പക്ഷേ നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്ന അതല്ല. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ, നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, ഇവരോടെല്ലാവരും തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദേ വെയർ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ദ്വയാർത്ഥ പ്രയോഗമുള്ള കാര്യങ്ങളാണ്. ഇനി കുന്തി ദേവി എന്നുള്ള ഒരു വാക്കിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം തന്നെ പിന്നീട് നൽകിയിരിക്കുന്ന ഹണി റോസിന്റെ അഭാവത്തിൽ നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ അതിൽ ഏത് വേർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്ലീലമാകും എന്ന രീതിയിലത്തേക്ക് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളിന് ഇതിനെപ്പറ്റി അറിയാതെ പറയുന്നതോ കേവലം തമാശയ്ക്ക് പറയുന്നതോ അല്ല. ഇനി തമാശയ്ക്കാണ് പറയുന്നത്, അങ്ങനെ ഒരു അമിത സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് പറയുന്നത് എങ്കിൽ അങ്ങനെ പാടില്ല എന്ന് മറ്റേയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കണ്ടേ? ആ സമയത്ത് അതിനൊരു സ്റ്റോപ്പ് ഇടണ്ടേ? പക്ഷെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നതിനെ അക്നോളജ് ചെയ്തതിന് ശേഷവും ഇവരെ പറ്റി നേരത്തെ പറഞ്ഞിട്ടില്ലാത്ത രീതിയിലത്തേക്ക് കൂടുതൽ കടുപ്പിച്ചിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇദ്ദേഹം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ മറ്റു പലരും എന്നോട് ചോദിച്ചു എന്ന വ്യാജേന മറ്റുള്ള ആൾക്കാരുടെ, അതായത് അൺനോൺ ആയിട്ടുള്ള കുറേയധികം ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റി നൽകിക്കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അതേ അശ്ലീലം ഇദ്ദേഹം റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു സ്ത്രീയെ സ്റ്റോക്ക് ചെയ്തിട്ട് ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. രാഹുൽ ഈശ്വർ ഇപ്പൊ പറഞ്ഞു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിധിയാണെന്ന്. അല്ല, അത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും പൂർണ്ണമായും ഏകപക്ഷീയമായിട്ടുള്ള വിധി. ഇതിൽ എന്ത് ബാലൻസ് ചെയ്യാനാണ്? ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹണി റോസിന്റെ ഭാഗത്തും പ്രശ്നമുണ്ട് എന്നോ റോങ് ആയിട്ടാണ് ഇദ്ദേഹത്തിനെ ചാർജ് ചെയ്തിരിക്കുന്നത് എന്നോ നിലനിൽക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതോ എന്ന് കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ടാകണം. അങ്ങനെ ഒരു ഒബ്സർവേഷനും കോടതിയുടെ ഭാഗത്തില്ല. കോടതി വളരെ ഏകപക്ഷീയമായിട്ട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞാൽ തന്നെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോടാണ്. ഏകപക്ഷീയമായി ഈ പറയുന്ന സാധനങ്ങളെല്ലാം പിൻവലിക്കുന്നു എന്ന് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വക്കീലാണ്. അപ്പോൾ ഒട്ടും സന്തുലിതമല്ല, ഒട്ടും ബാലൻസ്ഡ് അല്ല. അത് പൂർണ്ണമായും പരാതിക്കാരിക്ക് ടിൽറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലത്തേക്കാണ് ആ ജഡ്ജ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്ന പോലെ തീവ്ര ഫെമിനിസം എന്നൊന്നില്ല. ഇത് തീവ്ര ഫെമിനിസത്തിന്റെ വിഷയമല്ല. വളരെ വളരെ വലിയ മര്യാദകേട് ഒരു സ്ത്രീയോട് പരസ്യമായി പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അതിനെ എതിർക്കുന്നത്, അതിനെ ചോദ്യം ചെയ്യുന്നത്, അതിന്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് എന്നു മുതലാണ് തീവ്ര ഫെമിനിസമായി മാറിയിരിക്കുന്നത്. അത് ഈ നാട്ടിലുള്ള ഭരണഘടന അവർക്ക് നൽകുന്ന, നിയമങ്ങൾ അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അല്ലാതെ പുരുഷന്മാരെ കൊടുക്കാനും ഇകഴ്ത്താനും ഉപയോഗിക്കുന്നു. ഇവിടെ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെ കൊടുക്കാനും ഇകഴ്ത്താനും വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ ചെയ്തിരുന്നത് ആ ഒരു സമയത്ത് അവർ കേസ് കൊടുത്തില്ല. അവർ പ്രൈവറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഈ കാര്യം ഇനി ആവർത്തിക്കരുതെന്ന്. അതിനുശേഷവും ഇയാൾ നിരന്തരം ഈ കാര്യം ചെയ്തിരിക്കുന്ന സമയത്ത് ഒറ്റനോട്ടത്തിൽ കോടതിക്ക് പോലും ബോധ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത്, അതായത് അതിന് പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ഒരു വ്യക്തിക്കെതിരെയല്ല, നിരവധി ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നു. അതിൽ തന്നെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിനെ അല്ല, മറ്റാൾക്കാരെയുമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ ഹണി റോസിന്റെ വസ്ത്രധാരണമൊന്നുമല്ല. ഹണി റോസിന്റെ വസ്ത്രധാരണമായിരുന്നുവെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ വസ്ത്രധാരണവും അതേപോലെ തന്നെ പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കണം. ശരിയാണ്, രണ്ട് കാര്യങ്ങളും ശരിയാണ് ശ്രീജിത്ത് പറഞ്ഞത്. അത് മാത്രമല്ല ഈ രാഹുൽ ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ ശരിയാണ്. ഞാൻ ആ വിധിന്യായം വായിച്ചതാണ്, 14 പേജാണല്ലോ ഉള്ളത്. അതിൽ ഒരിടത്തും ഈ ഹണി റോസിനെ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശവും, പരാതിക്കാരിയെ ഏതെങ്കിലും രീതിയിൽ കുറ്റം പറയുന്ന ഒരു പരാമർശവും കോടതി നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അതിശക്തമായിട്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള വിമർശനമുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ജാമ്യാപേക്ഷയിലെ ഒരു പ്രധാന ഭാഗം ഗ്രൗണ്ട് 1 അത് തന്നെ നീക്കം ചെയ്യേണ്ടി വന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന്. ജാമ്യാപേക്ഷയിലെ ആ ഭാഗത്ത് പോലും ഹണി റോസിനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു നടത്തിയത്. അവർക്ക് ഒരു അച്ചീവ്മെന്റും ഉണ്ടായിട്ടില്ല എന്നും മറ്റുള്ളവർ അത് പറയുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനുള്ള അവകാശം എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. ഒരു അക്കംപ്ലിഷ്ഡ് അല്ലാത്ത ഒരു ആക്ട്രസ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും ഇകഴ്ത്തുന്നു. നോക്കൂ, ഈ അക്കംപ്ലിഷ്ഡ് ഞാനൊരു സെലിബ്രിറ്റിയാണ് പക്ഷെ അവരതൊന്നും അല്ല എന്ന് പറയുകയാണ് അതിനകത്ത് അടുപ്പിച്ച് 2 വാചകങ്ങളിൽ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കോടതിയിൽ പറയാൻ കഴിയുമോ? ഒരാൾ സെലിബ്രിറ്റി ആണോ എന്നുള്ളതോ അയാൾ അക്കംപ്ലിഷ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെ പറ്റി ഇൻഡിവിജ്വൽസ് ആണ് തീരുമാനിക്കുക.
അപ്പോൾ അവർ അക്കംപ്ലിഷ്ഡ് ആയതുകൊണ്ടും അവർ നിൽക്കുന്ന മോഡലിംഗ് അല്ലെങ്കിൽ അഭിനയം ഈ മേഖലയിൽ അവർക്ക് ശ്രദ്ധ കിട്ടുന്നത് കൊണ്ടും ആവുമല്ലോ അവർ ചോദിക്കുന്ന പണം കൊടുത്തിട്ട് അവരെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ കൊണ്ടുപോവുക. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയുമില്ലാത്ത ഒരു സെലിബ്രിറ്റി അല്ലാത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ പണം കൊടുത്തിട്ട് ആൾക്കാർ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയില്ല. അപ്പോൾ ഇതിൽ തീവ്ര ഫെമിനിസം അല്ല മറിച്ച് ഇതിലുള്ളത് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിലിരിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കോടതിക്ക് അത് ബോധ്യമായി. ഇനി അതിൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ ചാരിറ്റിയെ കൊണ്ടുവരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ചാരിറ്റിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ പാവപ്പെട്ട ആൾക്കാരുടെയും ദുരിതം അകറ്റുന്നതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു. നിങ്ങളുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയൊരു വിഭാഗം നിങ്ങൾ അതിന് പോകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് 10 സ്ത്രീകൾക്കെതിരെ ചീത്ത വിളിക്കാം, നാളെ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിനെതിരെ നിങ്ങൾക്ക് സംസാരിക്കാം എന്നൊരു റൈറ്റ്. ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ വെറും ഒരു PR വർക്കായിട്ട് മാത്രം കാണാനാവുമോ ഈ കിട്ടുന്ന പിന്തുണയെ? ഇപ്പോൾ ജയിലിന് മുന്നിൽ കണ്ട ദൃശ്യം, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നു. ഇത് PR വർക്ക് മാത്രമായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. നമ്മുടെ നാട് തള്ളയെ തല്ലിയാൽ 2 ഭാഗം, ആ തള്ളയ്ക്ക് 4 കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്നവരും ആ തള്ളയെ തല്ലിയത് ശരിയല്ല എന്ന് പറയുന്നവരുമുള്ളൊരു നാടാണ് കേരളം. മകനെ കാണാൻ ജയിലിൽ പോകുമ്പോൾ കഞ്ചാവ് കയ്യിൽ കരുതിയ ഒരമ്മയുള്ള നാടാണ് കേരളം. അപ്പോൾ ഇത് എങ്ങനെ ഈ സമൂഹ മാധ്യമത്തിലൂടെ ഇദ്ദേഹം ഇത് സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ആഭാസനായിട്ട് ഇത്രയും ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ സ്ത്രീകളെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആഭാസത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്യുന്ന മെസ്മറിസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മഞ്ജുഷേ. പിന്നെ ഇന്ന് ജയിലിന് മുന്നിൽ കൂടിയിട്ടുള്ളവരെ 50% അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ വയനാട് PV അൻവർ ഇറക്കിയതുപോലെ തന്നെ സിനിമാ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് 600 രൂപയും ബിരിയാണിയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജയിലിന് മുന്നിലല്ല ഹൈക്കോടതിന് മുന്നിലെ ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായ വിധി വേണമെന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടാനും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു മറ്റേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. ഞാനിവിടുത്തെ ഡോക്ടർ നിഷയോടാണ് ഈ കാര്യം പറയുന്നത്. അവരെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് ഒരു യൂട്യൂബർ 1 അല്ല 2 അല്ല 3 അല്ല 4ഓളം വീഡിയോകൾ ഇറക്കി. അതിലും ഈ പറഞ്ഞതുമാതിരി തന്നെ നമ്മൾ പറയില്ലേ, ഒരു പണ്ടത്തെ അശ്ലീല പുസ്തകം വായിക്കുന്നതിന് തുല്യമായിട്ടാണ് അദ്ദേഹം അത് ഇതായത്. അവരുടെ ഒരു സഹപ്രവർത്തകരുമായിട്ട് വന്നിട്ട് പ്രതികരിച്ചത് തെറ്റാണ്. അത് ഭാഗ്യലക്ഷ്മിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള ഡബ്ബിംഗ് ജോലികൾ കിട്ടാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് ഈ ചർച്ചയിൽ തുറന്നു പറയണം. സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഒരു പുരുഷൻ പോലും ആ മനുഷ്യൻ്റെ ആ ഒരു കാര്യത്തിന് ഇത്തരത്തിൽ അവരെക്കുറിച്ച് അപവാദ പ്രചരണം നിങ്ങൾ നടത്തരുത്. അവർ മദ്രാസിൽ അവരുടെ 16 വയസ്സിൽ എത്തിപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു? അന്ന് ഈ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ പറയുന്നതിന് കേരളത്തിൽ ഒരു പുരുഷന്മാരും മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ തന്നെ അവിടെ അവർ പ്രതികരിക്കാൻ വന്നിട്ട് ആ മനുഷ്യൻ്റെ മേലെ മഷി ഒഴിക്കുകയും അവർക്ക് 4 കൊടുക്കുകയും ചെയ്തതിൽ കേരളത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുള്ള നാടാണ് കേരളം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ മറവിൽ എനിക്ക് കുറെ പിന്തുണയ്ക്കാൻ കുറേ പേരുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ കാലത്തും എല്ലാവരെയും അപമാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമെന്നുള്ള ബോബി ചെമ്മണ്ണൂരിനൊരു ചിന്തയുണ്ടെങ്കിൽ അതിന് ഈ 14 പേജുള്ള ഈ ജാമ്യ ഉത്തരവ് ഒരു തടയാകുമെങ്കിൽ അതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹണിറോസ് എന്നല്ല, മലയാള സിനിമയിൽ ഒരുപാട് നടിമാരെ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും അത് അഭിഭാഷകൻ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബോബി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഈ ആരാധക വൃന്ദമുണ്ടല്ലോ, അവർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഹണിറോസിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളും അതിനെ അനുകൂലിക്കുകയാണോ നിഷ? അത് അവർ വരുത്തിവെച്ച ഗതിയാണെന്ന് താങ്കൾ പറയുമോ? ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞു. ഭാഗ്യലക്ഷ്മി ആകട്ടെ, ഹണിറോസ് ആകട്ടെ, നാളേക്ക് ഐശ്വര്യ റോയ് ആകട്ടെ, ആരും ആകട്ടെ, ഒരു സ്ത്രീയെ അവമാനിക്കുന്നതിൽ ഞാൻ 1% പോലും കൂട്ടു നിൽക്കില്ല. കാര്യം ഐ എം ഓൾസോ വുമൻ. വുമൻ ഇസ് നോട്ട് എ ജോക്ക്. ഓക്കെ, പക്ഷേ ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ ഒരിക്കലും അവളെ ഇൻസൾട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുകയാണെന്നല്ല വാദിക്കേണ്ടത്. ഇവിടെ ഒരു സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീയുടെ ശത്രു നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീയാണ് വേറൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആകേണ്ടത്. നമ്മൾ പല ആളുകൾക്കും ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അഡ്മിറേഷൻ കൊടുക്കുന്നത് എങ്ങനെ? നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മളുടെ രീതികളിലും കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് അതെല്ലാം പ്രോപ്പർട്ടി ചെയ്യാൻ കഴിയില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ
പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അതൊരു യൂട്യൂബർ ആകട്ടെ, ഒരു സെലിബ്രിറ്റി ആകട്ടെ, അല്ലെങ്കിൽ ഒരു മീഡിയ പ്രവർത്തി ആകട്ടെ, ആരും ആവട്ടെ, നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പബ്ലിക് സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ വളരെയധികം കോൺഷ്യസ് ആവേണ്ടത് അത്യാവശ്യമാണ്. കാര്യം നിങ്ങൾക്ക് ഫാൻസ് എന്ന് പറയുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ ഭംഗിനെ കണ്ടോ ബ്യൂട്ടിനെ കണ്ടോ മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കുക കൂടി ചെയ്യുന്നതാണ് ഈ ഫാൻസ് എന്ന് പറയുന്നത്. അതിന് എത്രയോ യങ്സ്റ്റേഴ്സ്, എത്രയോ കുഞ്ഞു പിള്ളേരുണ്ട്, ടീനേജേഴ്സ് ഉണ്ട്, അഡോളസൻസ് പിള്ളേരുണ്ട്, ആൺകുട്ടികൾ, അവരൊക്കെ തന്നെ അത് ഫോളോ ചെയ്യണം, ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണം. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ രാജ്യത്ത് വന്ന് ഫാൻ ഫോളോയിങ് വളരെയധികം ഒരു കൈൻഡ് ഓഫ് ഗോഡ് വർഷിപ്പ് പോലെയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ഇത്തരം ഒരു ബാഡ് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്താൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നാൽ ഓക്കെയാണ്, ആരും ഡ്രസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അവരങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വളരെ റാഷണലായിട്ട് എന്താ പറഞ്ഞ എടം, പിന്നെ ഞാൻ ആവർത്തിക്കുകയാണ്, എടം പൊരുൾ ഏവൻ, ഈ ഒരു വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്റെ തെറ്റല്ല. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഡിബേറ്റിന് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് എന്താണോ അതിന്റെ വിഷ്വൽസ് കാണിക്കും. ഒരു ചാനലും ബോബിയുടെ ഇഷ്യൂയിലെ ഒരു വിഷ്വൽസും കാണിക്കാത്തത് അത് തന്നെയാണ് കോടതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാണിക്കാൻ കൊള്ളില്ല. ബോബി പറഞ്ഞത് അത്ര യൂട്യൂബിലുണ്ട്, പക്ഷെ ഒരു ചാനൽ പോലും ബോബിയുടെ ഈ തമാശ എന്ന് പറഞ്ഞ ഒന്നും ഒരു ചാനലും കാണിക്കാത്ത എന്താ? അത് കാണിക്കാൻ പറ്റില്ല, കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് സാധാരണ ഡിബേറ്റിൽ എല്ലാം ക്ലിപ്പിംഗ്സുകൾ കാണിക്കും, ഇത് കാണിച്ചിട്ടില്ല ഒരു ചാനലും. അതിന്റെ കാരണം ഇതാണ്, അത് കാണിക്കാൻ കൊള്ളില്ല. അത് തന്നെയാണ് കോടതിയുടെ പരാമർശത്തിൽ ഇന്നുള്ളത്. ശരി, അപ്പോൾ ഈ ഹണി റോസിനെ എതിർക്കുക അല്ലെങ്കിൽ അവർ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നതാണ്. അങ്ങനെ ഒരു ബാലൻസിന്റെ ആവശ്യമില്ല ഡോക്ടർ നിഷ. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ഡോക്ടർ നിഷ, വിനു കിരിയത്ത്, ശ്രീജിത്ത് പണിക്കർ, MK ഹരിദാസ്, ശ്രീ രാഹുൽ ഈശ്വർ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയെ ദുരുപയോഗപ്പെടുത്തിയെന്ന് 53% പ്രേക്ഷകർ, ഇല്ല എന്ന് 40%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.